അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما يا رب العالمين رب زدنا علما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا سرا وعلانية وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور. അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ ദിക്റിൻ്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടാൻ സാധിച്ചു അല്ലേ. അൽഹംദുലില്ലാ. അള്ളാഹു തആല നമ്മളിൽ നിന്ന് പരിപൂർണമായും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. ഏതൊരാളും എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ ലാഭം ഉണ്ടാകണമെന്നേ ആഗ്രഹിക്കൂ അല്ലേ. ഒരിക്കലും ഒരാളും ഒരു നഷ്ടം വരണമെന്ന് ആഗ്രഹിക്കൂല എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും. അപ്പോൾ ലാഭകരമായൊരു കച്ചവടത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഒന്നും കൂടി ആവർത്തിക്കുകയാണ് ഞാനിങ്ങനെ കുറേ ആലോചിച്ച് ഏത് സൂറത്ത് എടുക്കണം അപ്പോൾ വിചാരിച്ച് സൂറത്തുൽ ഫാത്തിർ തന്നെ എടുത്തേക്കാം. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ആയത്തിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ ഇൻഷാ അള്ളാഹ് അടുത്ത ആഴ്ച മുതൽ അല്ലെങ്കിൽ എല്ലാ ദിവസവും തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പോയാലോ എന്ന് ആലോചിക്കുന്നു. ആയത്തും അതിൻ്റെ വിശദീകരണമായിട്ട് പിന്നെ അതിനിടയിൽ നമുക്ക് ഹദീസുകളും പിന്നെ പ്രാർത്ഥനകളൊക്കെ ഉൾക്കൊള്ളിക്കാം ഇൻഷാ അള്ളാഹ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ ആയത്ത് ഓതി തുടങ്ങുന്നു. നാളെ മുതൽ ഇതിൻ്റെ ഫസ്റ്റത്തെ ആയത്ത് മുതൽ ഇൻഷാ അള്ളാഹ് വിശദീകരണമായിട്ട് പറഞ്ഞുതരാം. ഈ ആയത്ത് തുടങ്ങാൻ കാരണം ഇതന്നെ, നമ്മൾ ഈ ലാഭകരമായ ഒരു കച്ചവടത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പിന്നെ മനുഷ്യൻ എന്നുള്ള ഈ ഒരു അല്ലേ ജീവി, സത്യത്തിൽ അള്ളാഹു ഈ ദുനിയാവിൽ 3 തരം അല്ലേ ജീവികൾ അള്ളാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. 1 മലക്കുകൾ, 2 മനുഷ്യർ, 3 മൃഗങ്ങൾ അല്ലെ. മൃഗങ്ങൾ മീൻസ് ജീവജാലങ്ങൾ, ജന്തുക്കൾ എല്ലാം ഉൾപ്പെടുന്ന ഇത്. അപ്പോൾ ഇതിൽ മലക്കളുടെ പ്രത്യേകത എന്താന്ന് നമുക്കറിയാം അല്ലേ. അവർ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് ഒരിക്കലും എതിര് പ്രവർത്തിക്കാത്ത, അള്ളാഹു തആല എന്താണോ പറയുന്നത് അത് പൂർണ്ണമായും അനുസരിക്കുക എന്നുള്ള ആ ഒരു രീതിയാണ് അവരുടെ ജീവിതം അല്ലേ. അവർക്ക് ബുദ്ധിയുണ്ട്, ചിന്താശേഷിയുണ്ട്, പക്ഷെ അവരുടെ ചിന്തക്കനുസരിച്ച് അവർ പ്രവർത്തിക്കൂല. അവർക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എപ്രകാരമാണോ അതനുസരിക്കുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി അല്ലേ. എന്നാൽ മൃഗങ്ങളെ കാര്യം പറയുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല അല്ലേ. നല്ലതും ചെയ്യാം, ചീത്തയും ചെയ്യാം. അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം, എന്തും ചെയ്യാം. അവർക്ക് എന്തില്ല, നാളെ വിചാരണയില്ല, ഹിസാബില്ല അല്ലെ, അദാബില്ല, ഒന്നുമില്ല അവർക്ക്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യുന്നതിനെ കൊണ്ടും എന്തില്ല, കുഴപ്പമില്ല. അവർക്ക് ബുദ്ധി കൊടുത്തിട്ടില്ല എന്ന് പറയാനും കഴിയില്ല അല്ലെ. നല്ല ബുദ്ധിയും അവർക്ക് അവരുടെ ആവശ്യത്തിനുള്ള എല്ലാ തൻ്റെടവും എല്ലാ കഴിവും അവർക്കുണ്ട്. മാഷാ അല്ലാഹ്. അത് മൃഗങ്ങളെ കാര്യം. പക്ഷെ മൃഗങ്ങൾക്ക് എന്ത് തോന്നിയതുപോലെ പ്രവർത്തിക്കാം. അവരുടെ ചിന്തക്കനുസരിച്ച് തോന്നിയ പോലെ പ്രവർത്തിക്കാം, തോന്നിയ പോലെ ജീവിക്കാം, ആരുടെ കൂടെ വേണമെങ്കിലും ജീവിക്കാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, എന്തും ചെയ്യാം, പ്രശ്നമില്ല. അത് അവർക്ക് കൊടുത്ത സ്വാതന്ത്ര്യമാണ് അല്ലേ. എന്നാൽ മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു വിഭാഗമാണ് നമ്മൾ, അതിനിടയിലുള്ള ഒരു വിഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, മനുഷ്യർക്ക് പിന്നെ അള്ളാഹു തആലന്റെ ഏറ്റവും അനുഗ്രഹീത സൃഷ്ടികളായ മലക്കളുടെ ആ ഒരു ദർജയിലേക്ക് ഉയരാനും സാധിക്കും. എന്നാൽ എന്തും പ്രവർത്തിക്കാമെന്നുള്ള രീതിയിൽ, തോന്നിവാസം പ്രവർത്തിക്കാമെന്നുള്ള രീതിയിൽ മൃഗങ്ങളെക്കാളും അധപ്പതിക്കാനും ഈ മനുഷ്യന് സാധിക്കും. കാരണം അത് രണ്ടിനുമുള്ള അവസരവും
അറിവും വിജ്ഞാനവും ഹിക്മത്തും സ്വാതന്ത്ര്യവും എല്ലാം അള്ളാഹു താല ആർക്ക് നൽകിയിട്ടുണ്ട്? മനുഷ്യന് നൽകിയിട്ടുണ്ട്. അപ്പം നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പൂർണ്ണമായും അനുസരിച്ചുകൊണ്ട് ഉന്നതരായ മലക്കുകളെക്കാൾ ഉയർന്ന ദർജയിലേക്ക് എത്താനാണോ ആഗ്രഹിക്കുന്നത്? അതല്ല നമ്മുടെ ഇഷ്ടങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് നമ്മുടെ ദേഹേച്ഛകളെ പിൻപറ്റിക്കൊണ്ട് തോന്നിവാസികളായി മൃഗങ്ങളെക്കാൾ അധപ്പതിക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്? ഇത് നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിക്കുക, നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുക. കാരണം അള്ളാഹു താല പരിശുദ്ധ ഖുറാനിൽ മനുഷ്യൻ എന്ന പേരിലൊരു സൂക്തം ഉണ്ട് അല്ലേ? എന്താണ്? സൂറത്തുൽ ഇൻസാൻ അദ്ദഹർ എന്നും അതിന് പേരുണ്ട്. ആ സൂറത്തുൽ ഇൻസാനിൽ അള്ളാഹു താല പറയുന്നുണ്ടല്ലേ, മനുഷ്യന് ഇന്ന ഹദൈനാഹു സബീല ഇമ്മ ഷാക്കിറ വ ഇമ്മ കഫൂറ അല്ലേ? അവന് എന്ത് വേണമെങ്കിലും ആവാം. ഒന്നുകിൽ അവന് നന്ദിയുള്ളവനാകാം, അതല്ലെങ്കിൽ നന്ദി കെട്ടവനാകാം. എല്ലാറ്റിനും ഉള്ള വഴി അള്ളാഹു താല എന്താക്കിയിട്ടുണ്ട്? തുറന്നു കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പം പിന്നെ അത് വിചാരിച്ചിട്ട് മനുഷ്യന് പിന്നെ എന്താ പറയാ, നന്ദി കെട്ടവനാകാം എന്നുള്ളതല്ല. അവിടെ അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അല്ലേ? പക്ഷെ നമ്മൾ എന്ത് തിരഞ്ഞെടുക്കണം? നന്ദിയുള്ള അടിമകളാകാൻ വേണ്ടിയിട്ടാവണം നമ്മുടെ പിന്നെ തിരഞ്ഞെടുപ്പ് അല്ലേ? അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഇപ്പം പരിശുദ്ധ ഖുറാനിൽ തന്നെ പറയുന്നുണ്ടല്ലേ, ഖുറാനിക വചനാണോ ഹദീസാന്ന് തോന്നുന്നു, കുല്ലു ബനി ആദമ ഖത്താഊൻ വ ഖൈറ ഖത്താഊന തവ്വാബൂൻ അല്ലേ? മനുഷ്യ ആദം സന്തതികളെല്ലാവരും തെറ്റ് ചെയ്യും. പക്ഷെ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമർ അവർ പശ്ചാത്തപിക്കുന്നവരാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ. ഏറ്റവും നല്ല തൗബ, നിഷ്കളങ്കമായ തൗബ അല്ലെ, അള്ളാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുവിൻ എന്ന് അള്ളാഹു താല നമ്മളോട്, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു താല പരിശുദ്ധ ഖുർആനിൽ നമ്മൾ ഉണർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനുഷ്യരാണ്, മനുഷ്യൻ്റെതായ ഒരുപാട് പോരായ്മകളുണ്ട് അല്ലെ? നമ്മളെ ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സു അല്ലെ, തിന്മ കൽപ്പിക്കുന്ന ഒരു നഫ്സിന്റെ ഉടമകളാണ് നമ്മൾ. പക്ഷേ നമ്മുടെ ദേഹേച്ഛകൾക്ക് കീഴ്പ്പെടാതെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ, വിധിവിലക്കുകളെ, പിന്നെ നിയമനിർദ്ദേശങ്ങളെ പൂർണ്ണമായും അനുസരിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി മുഖ്ലിസീങ്ങളായി ജീവിച്ച് മരിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്വർഗത്തിൽ ശ്രേഷ്ഠരായ ആദരിക്കപ്പെടുന്ന നല്ല ആൾക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. അപ്പോൾ അതിനുള്ള വഴി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അള്ളാഹു പറഞ്ഞു തന്ന ഒരു മാർഗം അല്ലേ? ലാഭകരമായ ചില കച്ചവടത്തെക്കുറിച്ച് അള്ളാഹു താല നമുക്ക് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിറിലെ 29, 30 വചനങ്ങളിലൂടെ അള്ളാഹു താല നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് നോക്കാം. ഇന്ന് സൂറത്തുൽ ഫാത്തിർ എല്ലാവരും എടുക്കുക, തുറന്നു വെക്കുക, ആയത്ത് നമ്പർ 29 പോകാം. അത് നമുക്ക് നോക്കാം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നാളെ തൊട്ട് നമുക്ക് ഈ സൂറത്തിന്റെ തുടക്കം മുതൽ 1, 2, 3 ആയത്തുകൾ ഒരു ദിവസം നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ അത്രയും പറഞ്ഞ് അതിന്റെ വിശദീകരണം പറഞ്ഞ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. പിന്നെ അതേപോലെ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും അറിവ് അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിൽ പുറപ്പെട്ടാൽ അല്ലേ, ഇൽമ അന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു വഴിക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു തആല അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇൽമ അന്വേഷിക്കുക, ഇൽമ പഠിക്കുക എന്നുള്ളത് തന്നെ എന്താണ്? വലിയൊരു കാര്യം അല്ലേ? അതേപോലെ പിന്നെ നമുക്ക് നേർവഴിക്ക് നടക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടാകണം? അറിവുണ്ടാകണം. അറിവുണ്ടെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും അല്ലേ? ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ നമ്മളത് എന്താക്കണം? അറിവ് അന്വേഷിക്കണം, അത് പഠിക്കണം അല്ലേ? എന്നിട്ടത് പ്രാവർത്തികമാക്കണം. അള്ളാഹു തആല നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി തരട്ടെ, ആമീൻ. എപ്പോഴും അള്ളാഹുവിൻ്റെ സിറാത്തൽ മുസ്തഖീമിലായിക്കൊണ്ട് തന്നെ ജീവിച്ച് മരിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ. അപ്പം പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കലാമാണ് അല്ലെ? അള്ളാഹുവിങ്കിൽ നിന്ന് വന്ന ഒരു
ഇതാണ് അല്ലെ, അള്ളാഹുവിന്റെ സംസാരമാണത്. അത് നമുക്ക് പഠിക്കാൻ നമ്മളെ അള്ളാഹു താല തിരഞ്ഞെടുത്തു, അൽഹംദുലില്ലാ. അതിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നമ്മളെ തിരഞ്ഞെടുത്തു, അൽഹംദുലില്ലാ. അള്ളാഹുവെ, മരണം വരെ ഞങ്ങളെ ഈ ഒരു മാർഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ നീ ഞങ്ങളെല്ലാവരും നീ സഹായിക്കണേ അള്ളാഹുവെ. ഒരിക്കലും ഈ ഒരു വഴിയിൽ നിന്നും തെറ്റിപ്പോകുന്ന ഒരു പൈശാചികതയിലും പെട്ടുപോകാതെ നീ ഞങ്ങളെല്ലാവരെയും കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. എപ്പോഴും പ്രാർത്ഥിക്കുക, ധാരാളമായി പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും എല്ലാം പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അപ്പോൾ നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്. ഇന്നല്ലദീന, നിശ്ചയമായും ഒരു കൂട്ടർ അല്ലെ, അല്ലദീന യാതൊരു കൂട്ടർ, അവർ യത്ലൂന എന്താണ്, അവർ പാരായണം ചെയ്യുന്നു, പാരായണം ചെയ്യുന്ന, ഓതുന്ന അല്ലെ. എന്താണ് ഓതുന്നത്? തലായത്തിലു, തിലാവത്ത് അല്ലെ, തലായത്തിലു തിലാവത്ത്. യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിന്റെ വേദഗ്രന്ഥം, വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നവർ. പിന്നെയോ വ അഖാമുസ്സലാഹ്, വ അഖാമുസ്സലാഹ്, വ അഖാമു അവർ നിലനിർത്തുകയും ചെയ്യുന്നു അല്ലെ, നിലനിർത്തുകയും ചെയ്തവർ ഒരു കൂട്ടർ. എന്ത്? അസ്സലാഹ്, നിസ്കാരം, നിസ്കാരം നിലനിർത്തുകയും ചെയ്ത ഒരു കൂട്ടർ. പിന്നെയോ വ അൻഫഖൂ, അവർ ചെലവഴിക്കുകയും ചെയ്യുന്നു. എന്താണ്? മിമ്മാ റസഖ്നാഹും, അവർക്ക് നൽകിയതിൽ നിന്ന് അല്ലെ. നമുക്ക് എത്രയാണോ അള്ളാഹു തന്നത് അതിൽ നിന്ന് ചെലവഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരുപാട് ഉണ്ടായിട്ട് ചെലവാക്ക എന്ന് വിചാരിച്ചിട്ട് ആരും വെയിറ്റ് ചെയ്യണ്ട അല്ലെ. നമുക്കുള്ളതിൽ നിന്ന് നമുക്ക് എന്താക്കാം, ഒരല്പമെങ്കിലും ഒരല്പം നമ്മൾ ചെലവഴിക്കുക. കാരണം പറയുന്ന എന്താ? സിറൻ വ അലാനിയത്തൻ അല്ലെ, സിറൻ വ അലാനിയ, സിറൻ രഹസ്യമായിക്കൊണ്ട്, അലാനിയ പരസ്യമായിക്കൊണ്ടും, രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്ന ആൾക്കാർ. മിമ്മാ റസഖ്നാഹു, അള്ളാഹു നൽകിയതിൽ നിന്ന്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യർജൂന, ആയത്ത് നമ്പർ സൂറത്തുൽ ഫാത്തിറിലെ 29-ാമത്തെ ആയത്ത്. 29-ാമത്തെ ആയത്ത്. യർജൂന അവരാഗ്രഹിക്കുന്നു അല്ലെ, യർജൂന അവരാഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നു, തിജാറത്തൻ ഒരു കച്ചവടം, ഒരു കച്ചവടത്തെയാണ് അവർ ആഗ്രഹിക്കുന്നത്. എങ്ങനെയുള്ള കച്ചവടം? ലൻ തബൂർ, ഒരിക്കലും നഷ്ടം വരാത്ത, ഒരിക്കലും നഷ്ടം വരാത്ത ഒരു കച്ചവടം അല്ലെ. അപ്പം 3 കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഈ 3ഉം കൂടി നമ്മളിൽ യോജിച്ച് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും ഏർപ്പെട്ടിരിക്കുന്നത് വമ്പിച്ച ഒരു ലാഭമുള്ള ഒരു കച്ചവടത്തിൽ തന്നെയാണ്. ഞാൻ ഈ ഒരു ആയത്ത് പറയുമ്പോൾ 2 ദിവസം മുമ്പ് എന്നോടൊരു സഹോദരി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരെ വീട്ടുകാരിങ്ങനെ പറയുന്നു, എന്തെങ്കിലും ബിസിനസ് ചെയ്തൂടെ, ഇപ്പോൾ ഖുറാൻ ക്ലാസ് ആയിട്ടൊക്കെ ഒരുപാട് ആൾക്കാരുമായിട്ട് പരിചയം ഉണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഈ തുണികൾ, പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ മാക്സി തുണി, പിന്നെ ചുരിദാർ സെറ്റ്, അങ്ങനെയൊക്കെ വിൽക്കാൻ ആൾക്കാരെ കിട്ടുമല്ലോ ഇഷ്ടം പോലെ. നമ്മൾ ഒരുപാട് ഗ്രൂപ്പും കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആൾക്കാരെ കിട്ടും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഫീൽഡിലേക്ക് ഇതിൻ്റെ കൂടെ ഇറങ്ങിക്കൂടെ, നല്ലതല്ലേ, ഒരു പിന്നെ അധ്വാനിച്ച് ജോലി നേടാന്നുള്ളൊരു കാര്യത്തെ കൊണ്ടിങ്ങനെ സൂചിപ്പിച്ചപ്പോൾ അവര് കൊടുത്ത മറുപടി സത്യത്തിൽ സുബ്ഹാനല്ലാഹ്, എന്താ പറയാ, ലാഭകരമായ കച്ചവടം അവര് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല. കാരണം ഖുറാനിന്റെ പഠനം, പഠിപ്പിക്കല്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അത് അതാണ് ഏറ്റവും ലാഭകരമായ കച്ചവടം. എന്ത്? മറ്റേതിനേക്കാൾ അല്ലെ. കാരണം മറ്റൊരു കാര്യത്തിൽ ഈ ഒരു ഇതിന്റെ ഇടയിൽ ഒരു സൈഡ് ബിസിനസ് പോലെ മറ്റേതിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കാൻ എന്താണ്, നമ്മളെ പഠനവും നമ്മുടെ മറ്റു കാര്യങ്ങളും അതിൽ ഒരു വഴിക്ക് മാറി നിൽക്കുകയും നമ്മൾ ബിസിനസ്സിലേക്ക് തിരക്കിൽപ്പെടുകയും ചെയ്യും. അങ്ങനെ ഒരുപക്ഷെ നമുക്ക് ഈ ഒരു കച്ചവടം നഷ്ടപ്പെട്ടിട്ട് ദുനിയാവിന്റെ തുച്ഛമായ ലാഭത്തിലേക്ക് നമ്മൾ വഴുതി വീഴാൻ സാധ്യതയുണ്ട്. പക്ഷെ അവര് തിരഞ്ഞെടുത്തത് എന്താണ്? മാഷാ അല്ലാ, മാഷാ അല്ലാ, ബാറക്കല്ലാ, ഈ ഒരു ലാഭകരമായ കച്ചവടത്തെയാണ് അവർ തിരഞ്ഞെടുത്തത്. അല്ലാഹു തആല അങ്ങേയറ്റം ജീവിതത്തിൽ ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പോൾ പിന്നെ നമ്മളെ തിരഞ്ഞെടുക്കലുകൾ പലപ്പോഴും നമ്മളിൽ നിന്നും പിന്നെ നമുക്ക് നഷ്ടം സംഭവിക്കുന്ന രീതിയിലേക്ക് ആയി പോകരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ലാഭമുള്ള കച്ചവടം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എന്ത്? ഈ ഖുർആൻ അല്ലെ.
ഫസ്റ്റ് പറഞ്ഞത് ഖുർആനാണ്. തിലാവത്തുൽ ഖുർആൻ, ഖുർആനിന്റെ പാരായണം. നമ്മൾ ഖുർആന് പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എത്രയാണ്? ചില്ലറയൊന്നും അല്ല അല്ലെ. നമുക്ക് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് നമ്മുടെ ഗ്രന്ഥങ്ങൾ അല്ലെ, നമ്മളെ ഗ്രന്ഥം നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് വലത് കയ്യിൽ വാങ്ങാൻ കഴിയണമെങ്കിൽ നമ്മളെ കയ്യിൽ എന്തുണ്ടാകണം? ഒരുപാട് അമല് സാലിഹാത്തുകൾ ഉണ്ടാകണം അല്ലെ. എങ്കിൽ മാത്രമേ നമുക്ക് അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയും. സൂറത്തുൽ അഹ്ഖാഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വിഭാഗം ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. സോറി, അഹ്ഖാഫ് എന്ന് പറയും. സൂറത്തുൽ ഹാഖയില് സൂറത്തുൽ ഹാഖയില് അള്ളാഹു തആല പറയുന്നുണ്ട് അല്ലെ. എന്താണ്? وأما من أوتي كتابه بشماله بيمينه فأما من أوتي كتابه بيمينه فيقول هاؤم اقرءوا كتابيه. സന്തോഷത്തോടെ വലത് കൈയിൽ ഗ്രന്ഥം ലഭിച്ച ആൾക്കാർ പറയും, വാ വാ, അതാ എന്താണ് എൻ്റെ കിതാബ്, ഇതാ എല്ലാരും നോക്ക്, വാ എല്ലാരും കാണ്. നമുക്കൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മൾ എല്ലാരും വിളിച്ചറിയിക്കൂലേ അല്ലെ. ഒരു കുട്ടി ജനിച്ചാല്, നമ്മളെ മക്കള് പാസ്സായാല്, അവർക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഉണ്ടായാല് എല്ലാം നമ്മൾ എല്ലാരും വിളിച്ചറിയിക്കും അല്ലെ. അതേപോലെ വലത് കൈയിൽ ഗ്രന്ഥം ലഭിച്ച ആ ഒരു സൗഭാഗ്യവാൻ അല്ലെ, അള്ളാഹുവിന്റെ ആ കോടതിയിൽ വിചാരണ നിലയത്തിൽ വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആ ഒരു സൗഭാഗ്യം അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും ആ ഒരു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അപ്പൊ ആ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ആ ഒരു രംഗം അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ നമ്മളെ അറിയിക്കുന്നുണ്ട്. അന്നേരം പിന്നെ ആ മനുഷ്യൻ അവൻ പറയുന്നുണ്ടല്ലേ, ഇന്നി ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. സൂറത്തുൽ ഹാഖയിലെ വെറുതെ ആയത്ത് നമ്പർ നോട്ട് ചെയ്തോ. പഠിച്ചവരും ഉണ്ടാവും, പഠിക്കാത്തവരും ഉണ്ടാവും. 19, 20, 21, 22, 23, 24 വരെയുള്ള വചനങ്ങളിൽ ഈ വലത് കൈയിൽ ഗ്രന്ഥം ലഭിച്ച ആൾ പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. ഇന്നി ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. ഞാന് നാളെ വിചാരണ നേരിടേണ്ടവനാണ് എന്ന് നേരത്തെ എൻ്റെ മനസ്സിൽ വിചാരം ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. എന്നുവെച്ചാല് അള്ളാനെ കണ്ടുമുട്ടണം, വിചാരണ നേരിടണം എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടിയാണ് ആ മനുഷ്യൻ എന്താക്കിയത്? ജീവിച്ചത് ദുനിയാവിൽ. അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്ത് കിട്ടി? സന്തോഷത്തോടെ വലത് കൈയിൽ ഗ്രന്ഥം കഴിഞ്ഞല്ലേ. അതുകൊണ്ട് തന്നെ അയാൾ എവിടെ എത്തിയത്? ഫഹുവ ഫീ ഐശത്തി റാദിയ. അള്ളാഹുവിന്റെ തൃപ്തികരമായ അല്ലെ ആ ഒരു ജീവിതത്തിലേക്കാണ് അദ്ദേഹം പ്രവേശിച്ചത്. ഫീ ജന്നത്തിൻ ആലിയ ഖുതൂഫുഹാ ദാനിയ. ഉന്നതമായ സ്വർഗത്തില്. അവിടെ എന്താ, നമുക്ക് വേണ്ട എല്ലാ ഫലവർഗങ്ങളും നമ്മളടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അത്രയും സുഖ സൗകര്യങ്ങളുടെ നടുവിൽ സ്വർഗത്തിലേക്കാണ് അവിടെ എത്തിപ്പെടാൻ സാധിച്ചത്. എന്നിട്ട് അവിടുന്ന് അല്ലാഹു തആല പറയാ, ആ മനുഷ്യനോട് പറയും, കുലൂ വഷ്റബു ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. നീ ദുനിയാവില് കുറേ അല്ലെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പിന്നെ പരലോകത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച കുറേ സമയങ്ങൾ, കുറേ ദിവസങ്ങൾ, അതിനെല്ലാം പകരമായി കൊണ്ട് നീ സുഭിക്ഷമായി ഇവിടെ തിന്ന് കുടിച്ച് നല്ല ഉല്ലസിച്ച് ജീവിച്ചോ എന്ന് പറഞ്ഞിട്ട് അവനെ ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും. സത്യത്തില് നമ്മൾ ഓരോരുത്തരും ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടാൻ യോഗ്യതയുള്ളവരാണോ എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം ഒന്ന് പരിശോധിക്കണം. നമ്മൾ വിലയിരുത്തണം നമ്മളെ തന്നെ നമ്മൾ. അപ്പം ഞാൻ പറഞ്ഞ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ അല്ലെ, അവിടെ ഖുർആനിനെ നമ്മൾ ഓരോ ഹർഫ് പാരായണം ചെയ്യുമ്പോഴും ഒരു ഹർഫിന് 10 നന്മ എന്നുള്ള നിലക്ക് നമ്മുടെ ഏടിലേക്ക്, നമ്മുടെ നന്മയുടെ മീസാനിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അത് ചിന്തിക്കണം നമ്മൾ. അങ്ങനെ ഓരോ ഹർഫിനും പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത് അത്ര തന്നെ 10 എന്നുള്ളത് 10 ഇരട്ടിയായിട്ടും അല്ലെ, അത് നമ്മളെ മനസ്സിലെ ഓരോരുത്തരുടെ നിയത്തിനനുസരിച്ച് അതിന്റെ വർധനവുണ്ടാകും അല്ലെ. ഒരു ആയത്ത് പഠിച്ചാൽ, ഒരു ആയത്ത് പഠിക്കാൻ ഇറങ്ങിയ ഒരു ആയത്ത് പഠിച്ചാൽ ചുവന്നു തൊടുത്ത തടിച്ച ഒട്ടകങ്ങൾ ലഭിക്കുന്നതിന് തുല്യമാന്ന് പറയുന്നുണ്ട് അല്ലെ. ചുവന്ന ഒട്ടകങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇത് പറയുന്നുണ്ടല്ലോ. അതേപോലെ നമസ്കാരത്തിൽ ഖുർആന്റെ പാരായണം. ശരിക്കും ഇപ്പൊ നമ്മൾ ഓരോരുത്തരും പഠിതാക്കളാണ്, ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, ഖുർആൻ പഠിക്കുന്നവരാണ്. സത്യത്തിൽ നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാകണം? നമ്മൾ ഖുർആൻ പഠിക്കുന്നത് അത് പഠിച്ച് അത് നിസ്കാരത്തിൽ പാരായണം ചെയ്യാൻ വേണ്ടിയാകണം നമ്മൾ ഓരോരുത്തരുടെയും പഠിപ്പ്.
നിസ്കാരത്തിൽ പാരായണം ചെയ്യാന്നുള്ള ആ ഒരു ചിന്തയോട് കൂടി തന്നെ നമ്മൾ പഠിക്കുകയും എന്നിട്ട് അത് പാരായണം ചെയ്ത് നിസ്കരിക്കുകയും ചെയ്യണം. നമ്മൾ രാത്രി നമസ്കാരങ്ങൾ ദീർഘമായ ഖുർആൻ പാരായണം ചെയ്ത് നമുക്ക് നിസ്കരിക്കാൻ കഴിയണമെങ്കിൽ നമ്മളിൽ എന്തുണ്ടാകണം? നല്ല ഹിഫ്ള് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് സാധിക്കും അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു നിയത്തോടു കൂടി തന്നെ എല്ലാവരും ഖുർആനെ പഠിക്കാം. ഇനി കുറച്ചേ പഠിച്ചിട്ടുള്ളെങ്കിൽ അത് ആവർത്തിച്ച് ആവർത്തിച്ച് ഓതിയാലും മതി അല്ലേ? എന്നാലും കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിക്കണം. കാരണം നാളെ നമ്മുടെ സ്വർഗത്തിലെ ദറജ നിശ്ചയിക്കുന്നത് പോലും നമ്മുടെ ഈ ഖുർആനാണ്. ഈ ഖുർആനിലൂടെയാണ് നമ്മളെ ദറജ പോലും നിശ്ചയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ധാരാളമായി നമ്മൾ ഖുർആനെ പാരായണം ചെയ്യുന്നവരാകുക, പഠിക്കുന്നവരാകുക, മനഃപ്പാഠമാക്കുക, അതിന്റെ ആശയങ്ങളും അർത്ഥങ്ങളും മനസ്സിലാക്കി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാം. കാരണം ജസ്റ്റ് വെറുതെ ഓതിയതിനെ കൊണ്ട് പ്രതിഫലമുണ്ട്, പക്ഷേ അത് കൃത്യമായി അത് ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ പിന്നെ ആ ഒരു അർത്ഥത്തോട് കൂടി തന്നെ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് ഈ ഒരു ആയത്തിന്റെ വിശദീകരണത്തിൽ ഖുർആൻ തഫ്സീറിന്റെ പണ്ഡിതന്മാർ പറയുന്നത്. അതായത് നമ്മൾ പിന്നെ വെറും ഒരു പാരായണം എന്നുള്ളതിന് അപ്പുറത്തേക്ക് അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി തന്നെ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പം ഈ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും നമുക്ക് നഷ്ടം വരില്ല, 100% ലാഭമാണ്. ലാഭം മാത്രം പറയുന്ന കാര്യം അല്ലെ. ലൻ തബൂറാണ് അള്ളാഹു താലേ പറഞ്ഞിട്ടുള്ളത്, അല്ലാണ്ട് വേറെ ആരും അല്ല ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഒരിക്കലും നഷ്ടം വരാത്ത ഒരു കച്ചവടത്തിന്റെ കൂടെ പറഞ്ഞൊരു കാര്യം എന്താണ്? യത്ലൂന കിതാബല്ലാഹി വ അഖാമുസ്സലാഹ് ല്ലേ? വ അഖാമുസ്സലാത്ത്, നമസ്കാരം നിലനിർത്തിപ്പോരുന്നവരുമാണ് അവർ. നമസ്കാരം നിലനിർത്തുകയും ചെയ്ത. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, എന്നാലും ഒന്നും കൂടി ആവർത്തിച്ച് പറയാ. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല. അതായത് നിസ്കരിക്കാണ്ടിരിക്കൂല, എല്ലാവരും നിസ്കരിക്കും, നിസ്കരിക്കുന്നവരാണ് മാഷാ അല്ലാഹ്. പക്ഷെ അതിന്റെ സമയത്ത്, ആദ്യ സമയത്ത് അവ്വല് വഖ്തിൽ നിസ്കരിക്കുക എന്നുള്ള ആ ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം. കാരണം നമുക്ക് ഏറ്റവും ഫസ്റ്റ് ആവണ്ടേ എല്ലാ കാര്യത്തിലും, എല്ലായിടത്തും നമുക്ക് ഫസ്റ്റ് എത്തണ്ടേ അല്ലെ? ഫസ്റ്റ് ആവണ്ടേ? അപ്പൊ അതിനുള്ള ഒരു വഴിയാണെന്ത്? നിസ്കാരം അതിന്റെ സമയത്ത്, ഏറ്റവും ആദ്യ സമയത്ത് നിർവഹിക്കുക എന്നുള്ളത്. നമ്മളെല്ലാം എല്ലാ നന്മകളിലും സാബിഖൂനായാൽ അള്ളാഹു നമ്മളെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും. അതിനി ഇതിന്റെ ബാക്കിയായിട്ട് ഇതിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആയത്ത് എടുക്കുന്നത് തന്നെ. അപ്പം നമസ്കാരം അഖാമുസ്സലാ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഞാൻ ഇപ്പൊ ഒരുപാട് പല ആൾക്കാരുമായിട്ട് ഇടപഴകുകയും ഒരുപാട് സ്ഥലങ്ങളിൽ പോവുകയും വരികയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പലരിലും കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു അലംഭാവമുണ്ട് പലർക്കും. എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നുണ്ടാകും, പക്ഷെ അത് കഴിയട്ടെ ഇത് കഴിയട്ടെ എന്നുള്ള ഒരു സിസ്റ്റം, ആ ഒരു ചിന്ത. എല്ലാം നമ്മൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിസ്കാരമാകാന്നുള്ള ഒരു നിലപാട്, അത് പാടില്ല. എത്ര നമ്മൾ തിരക്കാണെങ്കിലും ആദ്യത്തെ സമയം അല്ലെ, നമുക്ക് യാത്രയിൽ നമുക്ക് എന്തുണ്ട്? അല്ല ഇളവ് തന്നിട്ടുണ്ട് അല്ലെ? യാത്രക്കാർക്ക് ഇളവ് തന്നിട്ടുണ്ട്, രോഗികൾക്ക് ഇളവ് തന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ലാതെ ഒരു വെറും പറയാനില്ല. എല്ലാ സൗകര്യങ്ങൾക്കിടയിൽ നമ്മൾ ജീവിക്കുന്നെങ്കിലും നിസ്കാരത്തിന് രണ്ടാം സ്ഥാനം 3-ാം സ്ഥാനം ഒക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെ കൂട്ടത്തിൽ. ഖുർആൻ ഓതുന്നുണ്ടാവും, ഖുർആൻ പഠിക്കുന്നുണ്ടാവും, പഠിപ്പിക്കുന്നുണ്ടാവും, എല്ലാ കാര്യത്തിലും നല്ല ഉത്സാഹവും മത്സരവും കാണിക്കുന്നവർ പോലും ഈ ഒരു വിഷയത്തിൽ എന്താക്കുന്നുണ്ട്? വീഴ്ച വരുത്തുന്നുണ്ട്. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഏറ്റെടുക്കുകയും ചെയ്യണം. അപ്പം പിന്നെ പറഞ്ഞതാണ് എന്ത്? അവർക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്ന ആൾക്കാർ. അപ്പം അത് നമ്മൾ മുമ്പേ കേട്ടിട്ടുണ്ടല്ലോ, തബൂക്ക് യുദ്ധത്തിന്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ധനം ശേഖരിച്ച സമയത്ത് പിന്നെ ഒരാള് എല്ലാവരും കൂമ്പാരങ്ങൾ കൊണ്ടുവന്നിടുമ്പോൾ അയാൾ കയ്യിൽ ആകെ 2 ദിർഹമേ ഉള്ളൂ. അയാൾ അതിൽ നിന്ന് 1 ദിർഹം കൊണ്ടുവന്ന് കൊടുത്തല്ലേ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഒരാൾ 1,00,000 ദിർഹം കൊടുത്ത്, ഒരാൾ 1 ദിർഹം കൊടുത്ത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്തേ? 1 ദിർഹം 1,00,000 ദിർഹമിനെ മറികടന്നിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലുത് ഏതാണ്? 1,00,000 ദിർഹമാണ് വലുത് അല്ലെ? പക്ഷെ അവിടെ ആ പ്രതിഫലത്തിൽ അള്ളാഹു
അദ്ദേഹത്തിന് 1 ദിർഹം കൊടുത്ത ആൾക്കാണ് 1,00,000 ദിർഹം കൊടുത്തതിനേക്കാളും പ്രതിഫലം വന്നത്. അതിന്റെ കാരണം എന്താന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണ്? ആ മനുഷ്യന്റെ അടുത്ത് ആകെ 2 ദിർഹമേ ഉണ്ടായിട്ടുള്ളൂ. ആ 2 ദിർഹമിൽ നിന്നാണ് അയാൾ എന്താക്കിയത്, എന്തെങ്കിലും കൊടുക്കണ്ടേ അല്ലേ എന്ന് കരുതിയിട്ട് അയാളടുത്തുള്ള ഒന്ന് കൊടുത്തത്. അപ്പം നേർപകുതി, സമ്പത്തിന്റെ നേർപകുതി ദാനം ചെയ്ത പ്രതിഫലം അയാൾക്ക് കിട്ടി. മറ്റേയാളടുത്ത് ഇഷ്ടക്കണക്കിന് ലക്ഷങ്ങളുണ്ട്, ഒരുപാട് ലക്ഷങ്ങളുള്ള ഇതിൽ നിന്നാണ് എന്താക്കിയത് 1,00,000 കൊടുത്തത്. അപ്പൊ അയാളെ സമ്പത്തിൽ നിന്ന് അയാൾ എത്ര ശതമാനം കൊടുത്തോ അതിന്റെ പ്രതിഫലം കിട്ടും. മനസ്സിലായ? അപ്പൊ നമ്മൾ കൊടുക്കുന്ന ചെറിയ ചെറിയ തുട്ടുകൾ ഒരിക്കലും നമ്മൾ അത് ചെറുതാക്കി കാണരുത്. കാരണം നമ്മളെ കയ്യിൽ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ കഴിയും അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല നിയത്തോടു കൂടി എത്ര കുറച്ചാണെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ അള്ളാഹുവിങ്കിൽ അതെന്തായിരിക്കും, വലിയ പ്രതിഫലമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആരും ആ ഒരു കാര്യത്തിൽ നിരാശപ്പെടാനോ അല്ലെങ്കിൽ ഒരു ബാക്കോട്ട് അടിക്കാനോ പാടില്ല. കൊടുക്കുന്ന വിഷയത്തിൽ നല്ല ഉത്സാഹം കാണിക്കാം. കാരണം കൊടുത്താൽ കൂടെ ചെയ്യൂ, കുറയൂല, ഒരിക്കലും കുറയൂല. കൊടുത്താൽ അത് അള്ളാഹു താല അല്ലെ ഇന്നലെ പറഞ്ഞിട്ടില്ലേ, ശുക്രിന്റെ കാര്യത്തിൽ അള്ള 2 ഉറപ്പാ കൊടുത്തിട്ടുള്ളത്. ല അസീദന്നക്കും, ല അസീദന്നക്കും അല്ലെ, 2 ഭാഗത്തും ഉണ്ട് ഉറപ്പ്, ഇപ്പറും ഉണ്ട് ല ന അല്ലെ. അപ്പം എന്തായാലും വർദ്ധിപ്പിച്ചു തരുന്ന പറഞ്ഞത്. അപ്പൊ നമുക്ക് സമ്പത്ത് അള്ള തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ദാനം ചെയ്യാന്ന് പറയുന്നത് എന്താണ്, അത് അതിനുള്ള ശുക്ർ തന്നെയാണ്. പ്രധാനമായിട്ടും നമ്മൾ കൊടുക്കുന്ന ശുക്രാണ് അല്ലെ. ആ ശുക്ർ നമ്മൾ കൊടുക്കുമ്പോൾ അള്ളാഹു അതിൽ വർധനവ് തരും, അതിൽ യാതൊരു സംശയമില്ല, ഉറപ്പായിട്ടും തരും എന്നുള്ള പറഞ്ഞ കാര്യമാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു കാര്യത്തിൽ എല്ലാവരും ഒരു ശ്രദ്ധ പുലർത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കൊടുക്കുന്ന കാര്യത്തിൽ ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. കൊടുക്കുന്നതിനനുസരിച്ച് കൂടെ ചെയ്യൂ, കുറയൂല. അപ്പം വഅൻഫഖൂ മിമ്മാ റസഖനാഹും സിർറൻ വഅലാനിയ അല്ലെ, സിറ് രഹസ്യമായിക്കൊണ്ട്, വഅലാനിയ പരസ്യമായിക്കൊണ്ട്. അപ്പം രഹസ്യമായിട്ടും കൊടുക്കാം, പരസ്യമായിട്ടും കൊടുക്കാം. രഹസ്യമായിട്ട് കൊടുക്കുന്നതാണ് പരസ്യമായിട്ട് കൊടുക്കുന്നതിനേക്കാളും ഭയങ്കര പ്രതിഫലം. പക്ഷെ പരസ്യമായിട്ടും കൊടുക്കാം, പരസ്യമായി കൊടുക്കുന്നതിൽ പ്രതിഫലം ഇല്ല ഒന്നും ഒരിക്കലും പറയൂല. പക്ഷെ നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ റിയാ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. കിബറും ഫഹറും റിയാ ഒന്നും വരാതെ പിന്നെ നമ്മൾ സൂക്ഷിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം യർജൂന അവരാഗ്രഹിക്കുന്നു, തിജാറത്തൻ കച്ചവടം, ലൻ തബൂർ ഒരിക്കലും നഷ്ടം വരാത്ത ഒരു കച്ചവടം. എന്നിട്ട് അടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് നോക്ക്, ലിയുവഫിയഹും ഉജൂറഹും, ലിയുവഫിയഹും അവർക്ക് അവൻ നിറവേറ്റി കൊടുക്കുവാൻ വേണ്ടിയാണ്. എന്ത്? ഉജൂറഹും അവരുടെ പ്രതിഫലങ്ങൾ, തങ്ങളുടെ പ്രതിഫലങ്ങളെ അത് പൂർത്തിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുള്ളതെന്ന് പറയും. നമുക്കുള്ള പ്രതിഫലം തരാൻ വേണ്ടിയിട്ടാണ് അല്ലേ. വയസീദഹും മിൻ ഫദ്ലിഹി, മാത്രല്ല വയസീദഹും വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടും അല്ലെ, വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. സാദ യസീദു, യസീദ് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ, ഹും അവർക്ക്, മിൻ ഫദ്ലിഹി അവന്റെ ഔദാര്യത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ ദയയിൽ നിന്ന് അല്ലെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന്, ദയയിൽ നിന്ന്, അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് അല്ലെ തങ്ങൾക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുവാനും വേണ്ടിയാണ് അള്ളാഹു തആല ഇങ്ങനെ ഒരു ഏർപ്പാട് പറഞ്ഞിട്ടുള്ളതെന്നാ പറയുന്നു. ഒരിക്കലും നഷ്ടപ്പെടാത്ത, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത, വർദ്ധിച്ച അല്ലെ, കൂടുതൽ വർധനവ് കൊടുക്കുന്ന പറഞ്ഞ അല്ലെ, വയസീദഹും വർധനവ് കൊടുക്കുന്ന പറഞ്ഞ അല്ലെ. അപ്പം പിന്നെ എങ്ങനെ കൊടുത്താലും എങ്ങനെ ചെയ്താലും അതിലെന്തുണ്ട്, വർധനവ് തന്നെയാണ്. പിന്നെ അത് മാത്രല്ല, ഇന്നഹു ഗഫൂറുൻ ഷകൂർ, അള്ളാഹു എന്താണ്, ഏറെ പൊറുക്കുന്നവനും ഏറെ നന്ദിയുള്ളവനുമാണ്. നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും അല്ലേ. ഏറെ പൊറുക്കുന്നവനുമാണ്, പിന്നെയോ ഏറെ നന്ദിയുള്ളവനുമാണ്. പിന്നെ ഞാൻ നേരത്തെ ഒരു ക്ലാസ് കേട്ടിട്ടുണ്ടായിന്, അതില് പിന്നെ അതിന്റെ ടൈറ്റിൽ എന്തായിരുന്നു അറിയോ, പൊറുക്കുന്ന അള്ളാഹുവും മറക്കുന്ന മനുഷ്യനും. നല്ലൊരു ടൈറ്റില്. സത്യത്തില് പിന്നെ അങ്ങനെ തന്നെയല്ലേ മനുഷ്യന്മാരുടെ അവസ്ഥ അല്ലെ. അള്ളാഹ് അത്ര പാപം ചെയ്താൽ അള്ളാഹ് പുറത്തുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മനുഷ്യന്മാരോ അള്ളാനെ മറന്നിട്ടല്ലേ ജീവിക്കുന്നത് അല്ലേ. അത് മാത്രല്ല, ഈ പൊറുക്കൂന്ന് പറഞ്ഞത് തന്നെ ചിലപ്പോൾ മനുഷ്യൻ മറന്നിട്ട് ഒരു തൗബയും ചെയ്യാതെ ഇസ്തിഗ്ഫാറും ചെയ്യാതെ അങ്ങനെ നടക്കല്ലേന്ന്. അള്ളാഹു കാക്കട്ടെ, ആമീൻ അല്ലെ. അള്ളാഹിനെ എപ്പോഴും ഓർമ്മിക്കുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ.
അപ്പം ഗഫൂറാണ് ഷക്കൂറാണ് അല്ലെ. ലിയുവഫിയഹും അവരുടെ പ്രതിഫലങ്ങൾ അവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കുക അല്ലെ. ലിയുവഫിയഹും ഉജൂറഹും അവരുടെ പ്രതിഫലങ്ങൾ വയസീദഹും മിൻ ഫദ്ലിഹി അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവന്റെ കാരുണ്യത്തിൽ നിന്ന് അവന്റെ ദയയിൽ നിന്ന് വർദ്ധിപ്പിച്ചു നൽകുന്നതിനും വേണ്ടിയും. ഇന്നഹു ഗഫൂറുൻ ഷക്കൂർ നിശ്ചയമായും അവനേറെ പൊറുക്കുന്നവനും നന്ദിയുള്ളവനുമാകുന്നു. അള്ളാഹ് നന്ദിയുള്ളവനാന്നാ പറയും അല്ലേ. അല്ലാഹു അക്ബർ. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു വല്ലദീ ഔഹൈന ഇലൈക മിനൽ കിതാബ് നിനക്ക് നാം വഹി നൽകിയിട്ടുണ്ട് അല്ലേ. അല്ലദീ ഔഹൈന ഇലൈക നിന്നിലേക്ക് നാം വഹി നൽകിയിട്ടുള്ള ഈ ഒരു കാര്യം ഇലൈക നിനക്ക് മിനൽ കിതാബി വേദഗ്രന്ഥത്തിൽ നിന്ന് നിനക്ക് വഹി നൽകിയിട്ടുള്ള ഈ ഒരു കാര്യം എന്നുള്ളത് പറയുന്നത് എന്താണെന്നറിയോ. ഹുവൽ ഹഖ് അതെന്താണ്, അത് യാഥാർത്ഥ്യമാണ്, അതാണ് യാഥാർത്ഥ്യം, അതാണ് സത്യം. ഹുവൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി നിനക്ക് അതിൻ്റെ മുമ്പിലുള്ളതിന്, അതായത് ഈ വേദഗ്രന്ഥത്തിന് മുമ്പുള്ള എല്ലാത്തിനെയും സത്യപ്പെടുത്തിക്കൊണ്ട് സത്യമാക്കുന്ന നിലയിൽ അള്ളാഹു വഹി നൽകിയിട്ടുള്ള ഈ ഒരു വേദഗ്രന്ഥം ഉണ്ടല്ലോ, അതാണ് യാഥാർത്ഥ്യം സത്യം എന്നുള്ളതാണ് പറയുന്നത്. ഇന്നല്ലാഹ ബിഇബാദിഹി നിശ്ചയമായും അള്ളാഹു തൻ്റെ അടിമകളെ കൊണ്ട് എന്താണ് ലഖബീറും ബസീർ സൂക്ഷ്മമായി അറിയുന്നവനും കാണുന്നവനുമാകുന്നു. തൻ്റെ അടിമകളെക്കുറിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അല്ലേ. വേദഗ്രന്ഥത്തിൽ നിന്ന് അള്ളാഹു തആല വഹി നൽകിയിട്ടുള്ള ഈ ഒരു കാര്യം അത് യഥാർത്ഥാണ്. ഇതിനു മുമ്പുള്ള പൂർവ്വ വേദഗ്രന്ഥങ്ങളെയൊക്കെ ശരിയാക്കി സത്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വേദഗ്രന്ഥമാകുന്നു എന്ത്, ഈ പരിശുദ്ധ ഖുർആൻ. അള്ളാഹു തആല നിശ്ചയമായും തൻ്റെ അടിമകളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുകയും കാണുകയും ചെയ്യുന്നത്, കണ്ടറിയുന്നവനാകുന്നു അള്ളാഹു തആല അല്ലേ. ലഖബീറും ബസീർ. എന്നിട്ട് അള്ളാഹു തആല പറയുന്ന ഒരു 3 വിഭാഗം ആൾക്കാരുണ്ട്. ഇതിൽ ഏതിലാണ് നമ്മൾ ഉൾപ്പെടാ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഒന്ന് പരിശോധിച്ച് നോക്കാം. ആ ആയത്തും കൂടി പറഞ്ഞിട്ട് ഈ ഇതിന്റെ ഇത് നമുക്ക് ഇതാക്കാം. അല്ലെങ്കിൽ എങ്ങനെ കണ്ടിന്യൂസ് പറയാം, കുറേ വിശദീകരിക്കുന്നൊന്നുമില്ല, കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അങ്ങനെ വിശദീകരിച്ച് പോകാം അല്ലേ. കുഴപ്പമില്ലല്ലോ. അതെ. അപ്പോൾ അല്ലാഹു തആല പറയുന്നു ثم أورثنا الكتاب الذين اصطفينا من عبادنا. അള്ളാഹു നമ്മളെല്ലാം ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ അല്ലേ. ആമീൻ. സുമ്മ ഔറസ്ന എന്താണ് അവിടെ പറഞ്ഞത്? സുമ്മ ഔറസ്ന പിന്നീട് നാം വറസ ഔറസ എന്ന് വെച്ചാൽ അനന്തരാവകാശമായി കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. അനന്തരാവകാശമായി നൽകി, അവകാശം നൽകി, അവകാശപ്പെടുത്തി. ഔറസ്ന അൽ കിതാബ് എന്തിനെ? ഈ വേദഗ്രന്ഥത്തെ അല്ലേ, ഈ ഖുർആനിനെ. ആർക്ക്? അല്ലദീന സ്തഫൈന മിൻ ഇബാദിന നമ്മുടെ അടിയാന്മാരുടെ കൂട്ടത്തിൽ നിന്നും. ഇസ്തഫ എന്താ അറിയോ? മുസ്തഫ ഇസ്തഫ എന്നൊക്കെ പറഞ്ഞാല് തെരഞ്ഞെടുത്ത അല്ലേ. നമ്മുടെ അടിയാന്മാരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർക്ക്, തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഈ വേദഗ്രന്ഥത്തെ നാം അവകാശപ്പെടുത്തിയിരിക്കുന്നു. അപ്പം എന്താണ്? അല്ലാഹു തആല അനന്തരാവകാശം പോലെ അല്ലേ ഒരു അവകാശം, ഒരു തെരഞ്ഞെടുപ്പ് അള്ളാഹു നടത്തി. ആരിൽ നിന്ന്? അള്ളാഹുവിൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നിന്ന്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അള്ളാഹു തആല നമ്മളെ ഇതിന് തെരഞ്ഞെടുത്തില്ലേ അല്ലേ. എത്രേ മനുഷ്യന്മാർ ഈ ദുനിയാവിൽ ജീവിക്കുന്നു, എത്ര വിഭാഗം ആൾക്കാർ, ഏതെല്ലാം രാജ്യങ്ങളിൽ, ഏതെല്ലാം പ്രദേശങ്ങളിൽ പല ജാതി മനുഷ്യന്മാർ ഈ ദുനിയാവിൽ ജീവിക്കുന്നുണ്ടല്ലേ. പക്ഷെ അവിടെ എല്ലാ ഇടയിൽ നിന്ന് അള്ളാഹു അവൻ്റെ അടിമകളിൽ നിന്ന് കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞില്ലേ, വേദഗ്രന്ഥം അല്ലേ, ഈ പരിശുദ്ധ ഖുർആനിൻ്റെ ആൾക്കാരായിട്ട്. എത്ര നമ്മൾ അള്ളാഹിനെ സ്തുതിക്കണം അല്ലേ. സുബ്ഹാനല്ലാഹ്. നമ്മള് എന്താ പറയാ, അള്ളാഹ് നമുക്ക് ചെയ്ത ഈ അനുഗ്രഹത്തിന് നമ്മൾ എത്ര നന്ദി ചെയ്താലും മതിയാകൂല. നമ്മളെ ഈ ആയുസ് പോരാന്നാ പറയുന്നത്.
നമ്മൾ മറ്റെല്ലാറ്റിനേക്കാളും ഉപരി നമ്മൾ അള്ളാഹിനെ സ്നേഹിക്കണം അല്ലേ. അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ലേ. 5 വക്ത് നിസ്കാരത്തിലും നമ്മൾ പറയുന്നില്ലേ. അപ്പോഴൊക്കെ നമ്മളെ മനസ്സിൽ വരുന്നുണ്ട് എനിക്ക് എല്ലാത്തിനും കാട്ടിയും വലുത് എൻ്റെ അള്ളയാന്ന് പഠിച്ചോനെ, നീയാന്ന് എനിക്ക് ഏറ്റവും വലുത് എന്ന് നമ്മൾ പറയുന്നുണ്ടാ. നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ പറയുന്നുണ്ടാ. അല്ലാഹു അക്ബർ അല്ലേ. അള്ളാഹ് നമ്മളെ തെരഞ്ഞെടുത്തില്ലേ. എത്ര സൗഭാഗ്യമാണ്, എത്ര വലിയ സൗഭാഗ്യമാണ് നമ്മൾ തന്നത്. എന്നിട്ട് അള്ളാഹു തആല പറയുന്നു, എന്നിട്ടും ഫമിൻഹും അവരിലുണ്ട്, ഫമിൻഹും അവരിലുണ്ട്, ആര്? ഫമിൻഹും ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിക്കുന്നവരുണ്ട്. ആണോ? നമ്മൾ ആ കൂട്ടത്തിൽ പെടുന്നുണ്ടോ? നമ്മൾ സ്വന്തത്തോട് നമ്മൾ അക്രമം പ്രവർത്തിക്കുന്നുണ്ടോ? സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കത്തിയെടുത്ത് നമ്മൾ തന്നെ കുത്തലാ? അല്ല അല്ലേ. കത്തിയെടുത്ത് നമ്മൾ കുത്തലല്ല. നമ്മളൊരു തിന്മ ചെയ്യുമ്പോൾ അത് നമ്മളോട് തന്നെയുള്ള അക്രമം. നേരത്തെ ഒരു സുഹൃത്ത് പിന്നെ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ അത് ഇവിടെ യോജിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ഈ നീറ്റ് എക്സാമിന് ഇന്ന് കുറേ ആൾക്കാർ പോയിനല്ല. അപ്പോൾ ഇന്നലെ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അതിൽ തെറ്റുത്തരം എഴുതിയാൽ നമ്മളൊരു ശരിയും കൂടി പോവും. ഒരു ശരിൻ്റെ മാർക്കും കൂടി അവിടെ മൈനസ് ആവും. നമ്മളൊരു ശരി ഉത്തരം എഴുതി ഒരു തെറ്റുത്തരം എഴുതിയാൽ ആ ശരിൻ്റെ മാർക്ക് അവിടെ ഉണ്ടാവില്ല. ആ തെറ്റ് ആ ശരീനെ എന്തായിക്കും? മായ്ച്ച് കളയും. നമ്മൾ തിന്മ ചെയ്യുമ്പോൾ നമ്മൾ നന്മകൾ പാഴായി പോകുമെന്ന് പറയുന്നില്ലേ, അതേപോലെ. അപ്പം നമ്മളോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയാണ് അല്ലേ. നമ്മളോട് തന്നെ നമ്മൾ അക്രമം പ്രവർത്തിക്കുമ്പോൾ നമ്മളെ നന്മകളൊക്കെ പാഴായി പോവുകയും ചെയ്യാം തിന്മകൾ ചെയ്യുമ്പോൾ. അതാണ് അക്രമം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതാ. അള്ളാഹു തആല പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമായി ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവനാണ് അക്രമി അല്ലേ. ക്രമം തെറ്റ അക്രമം. അപ്പം ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി അവരിലുണ്ട്, അവരുടെ കൂട്ടത്തിലുണ്ട് ആര്? സ്വന്തത്തിനോട് തന്നെ അക്രമം പ്രവർത്തിക്കുന്നവർ. പിന്നെയോ വമിൻഹും മുഖ്തസിദുൻ അവരിലുണ്ട് മുഖ്തസിദും ഉണ്ട് അവരിൽ അല്ലേ. ആരാണ് ഈ മുഖ്തസിദ്? മിതത്വം പാലിക്കുന്നവർ അല്ലേ. മിതത്വം പാലിക്കുന്നവർ. മിതമായ രീതിയിൽ, അതായത് കുറേ നന്മയും ഇല്ല എന്നാൽ കുറേ തിന്മയും ഇല്ല. ഒരു മിതത്വം പാലിക്കുന്ന ആൾക്കാർ. പോരാ, അതൊന്നും പോരാ അല്ലേ. എന്നാൽ വമിൻഹും അവരിലുണ്ട് സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ് അള്ളാന്റെ അനുമതി അനുസരിച്ച് സൽക്കർമ്മങ്ങളുമായി മുൻകടക്കുന്ന ആൾക്കാർ അവരിലുണ്ട്. ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്, വലിയ യോഗ്യത. അപ്പോ നമ്മൾ ഇതിൽ ഏതില ഉൾപ്പെടുന്നുണ്ട് എന്ന് ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഏതിലാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും, ഞാൻ ഏതിലാണെന്ന് എനിക്കേ പറയാൻ കഴിയും അല്ലേ. നമ്മൾ പുറമേ കാണുന്ന ഒന്നുകൊണ്ടും നമുക്കൊരാൾക്കും എന്താക്കാൻ കഴിയില്ല, വേറൊരാളെയും വിലയിരുത്താൻ കഴിയില്ല. പക്ഷെ നമുക്ക് നമ്മളെ എന്താക്കാൻ കഴിയും? സ്വയം വിലയിരുത്താൻ നമുക്ക് കഴിയും, തീർച്ചയായും കഴിയും. അപ്പൊ ഈ പറഞ്ഞതിൽ ഏത് കൂട്ടത്തിലാണ് നമ്മൾ ഉൾപ്പെടുന്നത്? വമിൻഹും 3 വമിൻഹും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇതില് വമിൻഹും ഒന്നാമത്തെ ളാലിമുൻ ലിനഫ്സിഹിയിലാണെങ്കിൽ നഷ്ടം ഒന്നും പറയാനില്ല, അപ്പുറത്തെ നഷ്ടം അല്ലേ. അവിടെ പരിപൂർണമായ നഷ്ടമായിരിക്കും. അതേസമയം മുഖത്തസിദിലാണെങ്കിലോ ഇത്തിരി പ്രതീക്ഷക്ക് വകയുണ്ട് എന്ന് പറയാം അല്ലേ. പക്ഷെ മുഖത്തസിദിലാകുമ്പോഴും അവിടെയും ചിലപ്പോൾ നഷ്ടം തന്നെയായിരിക്കും സാധ്യത കൂടുതൽ. കാരണം എന്താ അറിയോ, പറയുന്നില്ലേ ഒരു വിഭാഗം ആൾക്കാർ ഖിയാമത്ത് നാളിൽ വരും, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവരുടെ അമലുകളൊക്കെ പൊടിച്ചു കളയും. തിഹാമ പർവ്വതത്തോടെ അമലുകൾ കൊണ്ടുവന്നിട്ട് അതൊക്കെ പൊടിച്ച് ധൂളികളാക്കി പാറ്റിക്കളയും. ആരാണ് അവരെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ടല്ലേ, അവര് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവസരം ഉണ്ടാകുമ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യും, എന്നാൽ ഒഴിഞ്ഞിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റക്കാകുമ്പോൾ അല്ലെങ്കിൽ തിന്മക്കുള്ള അവസരം വരുമ്പോൾ, ഹറാമ് ചെയ്യാൻ അവസരം വരുമ്പോൾ അതും ചെയ്യും. അങ്ങനെയുള്ളവരാണ്. അല്ലാഹു അക്ബർ. തീർച്ചയായും പറഞ്ഞോളൂ. അപ്പോൾ എന്തോ റെക്കോർഡ് ആയിട്ടില്ല പറഞ്ഞത്.
അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താന്ന് വെച്ചാല് സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കുന്ന അല്ലെ ആൾക്കാര്, പിന്നെ മിതത്വം കാണിക്കുന്ന. മിതത്വം എന്ന് പറയുമ്പോഴും ഈ പറഞ്ഞ രീതിയിൽ മുഖ്തസിദ് വരുമ്പോ പിന്നെ എന്താ, അതും അത്ര ഈ പറഞ്ഞ രീതിയിൽ വലിയ പ്രതീക്ഷക്ക് വകയില്ലാത്തൊരു വിഭാഗം. കാരണം എന്ന് വെച്ചാല് നേരത്തെ നമ്മൾ ഒരു ഇത് കേട്ടില്ലേ, ആറാഫ് എന്ന് പറഞ്ഞിട്ടൊരു ഇതില് അല്ലെ, അവിടെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും, ഭയങ്കര ഖേദായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളെപ്പോഴും ആവേണ്ടത് ഏതിലാണ്? വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത് അല്ലെ. സൂറത്തുൽ വാഖയിൽ പറയുന്നില്ലേ, അസ്ഹാബുൽ യമീൻ അസ്ഹാബു ഷിമാല് അല്ലെ, അസ്സാബിഖൂൻ അസ്സാബിഖൂൻ. അപ്പം അസ്ഹാബുൽ യമീനിലായിരിക്കും ഒരു പക്ഷെ മുഖത്തസിര് വെടുവ അറിയില്ല, അള്ളാഹു ആയാലും എനിക്കറിയില്ല എന്താന്ന് പറയണ്ടേന്ന്. അപ്പം നമ്മള് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാല് സാബിഖും ബിൽ ഖൈറാത്തിൽ പെടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാം. അപ്പം ഈ പിന്നെ ഇതിന്റെ വിശദീകരണത്തിൽ അമാനി തഫ്സീർ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഒന്നാമത്തെ വിഭാഗം, അതായത് പിന്നെ വാലിമുലി നഫ്സിഹി എന്ന് പറയുന്നത്, അവര് സ്വന്തമായിട്ട് അവരവന്റെ കടമകൾ നിർവഹിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തുകയും നിഷിദ്ധമാക്കപ്പെട്ട അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഓരോ വിഭാഗം ആൾക്കാർ. രണ്ടാമത്തെ വിഭാഗം പറയുന്നതെന്ന് വെച്ചാൽ നിർബന്ധ കടമകൾ നിർവഹിക്കുകയും എന്നാൽ നിർബന്ധ കർമ്മങ്ങളെ നിർവഹിക്കുകയും നിഷിദ്ധങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ എന്താണ്, ചിലപ്പോഴൊക്കെ അള്ളാഹു തആല നമുക്ക് പുണ്യകരമായി നിശ്ചയിച്ചു തന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും അതുപോലെ തൃപ്തികരമല്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തേക്കും. അങ്ങനെയുള്ളവരാണ് ഈ മുഖത്തസിദിൽ പെടുന്നത്. പിന്നെ അപ്പം അങ്ങനെ നമ്മൾ ആവണ്ട എന്ത് തന്നെ ആയാലും. അതായത് നിർബന്ധ ബാധ്യതകൾ നിർവഹിക്കുന്ന, നിഷിദ്ധങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു. പക്ഷേ ചിലപ്പോൾ, അപ്പൊ ആ ചിലപ്പോഴൊക്കെ നമ്മൾ ഒഴിവാക്കാം. ചിലപ്പോൾ എന്നുള്ള ഒരു ഇത് നമുക്ക് വേണ്ട. അങ്ങനെ ചില സന്ദർഭങ്ങളിൽ തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കാം. പിന്നെ എന്താ പറയാ, മനുഷ്യനാണ്, മനുഷ്യ സഹജമാണ്, സംഭവിച്ചു പോയേക്കാം. അപ്പോൾ നമ്മൾ എന്താക്കണം, ആ സ്പോട്ടിൽ അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വരികയും അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുകയും പശ്ചാത്തപിക്കുകയും തൗബ ചെയ്യുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്യാം. അതാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. അപ്പൊ മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നിർബന്ധ കടമകളും മതത്തിൽ തൃപ്തികരമായ മറ്റു കാര്യങ്ങളും നിർവഹിക്കുകയും നിഷിദ്ധമായതിനെയും തൃപ്തികരമല്ലാത്തതിനെയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരാകുന്നു. വെച്ചാല് എല്ലാ ഫർളും സുന്നത്തും എല്ലാം ചെയ്യും. ഒരു ഹറാമിയത്ത്, ഒരു വേണ്ടാത്ത, ഒരു അനാവശ്യം ഒന്നും പ്രവർത്തിക്കൂല. അതിൽ പെടണമെങ്കിൽ അത് ഭയങ്കരമായ പണിയുള്ള ഒരു കാര്യമാണ് അല്ലെ. ആ കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹു താല പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലേ, ബി ഇദ്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം. സാബിഖും ബിൽ ഖൈറാത്തി ബി ഇദ്നില്ല. അപ്പോൾ അള്ളാന്റെ ആ അനുമതി പ്രകാരം ആ ഒരു ഗണത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അത് അള്ളാന്റെ അനുഗ്രഹവും അല്ലെ, അള്ളാന്റെ കാരുണ്യ ഔദാര്യം കിട്ടിയവർക്ക് മാത്രമേ ആ നിലയിലേക്ക് ഉയരാൻ കഴിയൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, പരിശ്രമിക്കണം, പ്രവർത്തിക്കണം. ഒരു സെക്കൻഡ് പോലും നമ്മളെ ജീവിതത്തിൽ പാഴാക്കാനുള്ളതല്ല അല്ലെ. നമുക്ക് ഏറ്റവും ലാഭകരമായ കച്ചവടം തന്നെ നമുക്ക് ഈ ദുനിയാവിന്ന് ചെയ്തിട്ട് അതിന്റെ ലാഭം നമുക്ക് നാളെ പരലോകത്ത് അനുഭവിക്കാൻ കഴിയണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹവും പരിശ്രമവും പ്രവർത്തനവും നമ്മളിൽ ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പോ അങ്ങനെ നമുക്ക് ആയാൽ അവിടെയാണ് അള്ളാഹിന്റെ തൃപ്തി ലഭിച്ച ആൾക്കാരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കുക. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു എന്ന് പറഞ്ഞിട്ടില്ല അള്ളാഹു സഹാബാക്കളെ കുറിച്ചിട്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ നമ്മൾ അവര് പോയ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം അല്ലെ. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഇതിലേക്ക് എത്താൻ സാധിക്കൂ. നമ്മളെ മുമ്പിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും, ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും. കാരണം എന്താ അറിയോ, ഖുർആനിന്റെ വഴിയിൽ സഞ്ചരിക്കുന്ന ആൾക്കാരെ പിന്തിരിപ്പിക്കാനാണ് പിശാച് പ്രവർത്തിക്കുക. ഷിർക്ക് ചെയ്യുകയും കുഫ്ർ ചെയ്യുകയും ബിദഅത്ത് ചെയ്യുന്ന ആൾക്കാരെ പിശാചിന് വേണ്ട. കാരണം എന്താ, അവർ ഓൾറെഡി പോകുന്ന വഴി ഏതാ? നേരായ വഴിയിലല്ല പോകുന്നത്. പിന്നെ അവരെ തെറ്റിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. പക്ഷെ നേർവഴിക്ക് നടക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്കാണ് ആര് വരാ? ഇബ്ലീസ് വരാ. പലതരം കുതന്ത്രങ്ങളുമായിട്ട് വരും. പെട്ടു പോകരുത് നമ്മൾ.
പെട്ടുപോകും. നല്ല സ്ട്രോങ് ഈമാൻ. അതിനുവേണ്ടി നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അല്ലേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യൻഫദു അല്ലേ, ഈമാനൻ ലാ യർതദ്ദു വനഈമൻ ലാ യൻഫദു വമുറാഫഖത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി അഅലൽ ജന്നത്തിൽ ഖുൽദ്. അങ്ങനെയല്ലേ, സ്വർഗത്തിൽ ഉന്നതമായ അല്ലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ ഒരു സ്ഥാനം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാം, ധാരാളമായി പ്രാർത്ഥിക്കാം. അല്ലാഹു തആല നമ്മുടെ പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒക്കെ ഇഖ്ലാസോട് കൂടിയുള്ളതാക്കി തീർക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അതുപോലെ തന്നെ അള്ളാഹു സ്വീകരിക്കുന്നതാകട്ടെ. ആമീൻ. അപ്പം അതായാൽ, അങ്ങനെ ആയാൽ ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ, അതാണെന്ത്, ഏറ്റവും ശ്രേഷ്ഠമായ അല്ലെ, ഏറ്റവും വലിയ, ഏറ്റവും വലിയ ഒരു പ്രതിഫലം അല്ലെ. ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ, അതത്ര ഏറ്റവും വലുതായ അനുഗ്രഹം. ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പൊ ആ ഒരു ഏറ്റവും വലിയ അനുഗ്രഹത്തിലേക്ക് നമ്മളെ എത്താൻ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ആമീൻ. ആ രീതിയിലേക്ക് നമ്മളെ മനസ്സ് ആഗ്രഹിക്കുക, നമ്മളെ ശരീരത്തെ നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുപ്പ് നടത്തുക. കൽബും അല്ലെ, നഫ്സും എന്താ പറയാ, കൽബും എല്ലാം നമ്മുടെ അധീനതയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അതായത് പിന്നെ ദേഹേച്ഛകളെ നമ്മൾ ആട്ടി ഓടിക്കാം. ദേഹേച്ഛകളെ നമ്മൾ ആട്ടി ഓടിച്ചിട്ട് അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അവിടെ എന്താക്കാം, കുത്തിത്തിരുകി കയറ്റാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാം. നമ്മളെ ഹൃദയത്തിന് ഉള്ളിൽ ഒരു ശുദ്ധ പ്രകൃതി ഉണ്ട് അല്ലെ, അതിനെ നമ്മൾ എന്താക്കണം, പുറത്തേക്ക് കൊണ്ടുവരണം. അതിലേക്ക് അടിഞ്ഞുകൂടിയ എല്ലാ മാലിന്യങ്ങളും നമ്മൾ എന്താക്കണം, ഏറ്റവും നല്ല വൃത്തിയാക്കുന്ന ഒരു ക്ലീനിങ്ങിന്റെ സാധനം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താക്കാം, അതെല്ലാം ക്ലീൻ ചെയ്ത് നമ്മളെ നഫ്സിനെ നമ്മൾ എന്താക്കുക, സേഫ് ആക്കുക അല്ലെ, എല്ലാ തിന്മകളിൽ നിന്നും സുരക്ഷിതമാക്കിക്കൊണ്ട് ജീവിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അങ്ങനെ നമ്മൾ ആയാലുണ്ടല്ലോ, ഏത് രൂപത്തില്, വസാബിഖും ബിൽ ഖൈറാത്ത് അല്ലേ, ബിഇദ്നില്ലാഹി ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ എന്ന് പറഞ്ഞിട്ട് അടുത്ത വചനത്തിൽ അല്ലാഹു തആല എന്താ പറയുന്നത്, ജന്നാതു അദ്നിൻ ജന്നാതു അദ്നി യദ്ഖുലൂനഹാ യുഹല്ലൗന ഫീഹാ മിൻ അസാബിറ മിൻ ദഹബിൻ വലുഅ വലിബാസുഹും ഫീഹാ ഹരീർ. അള്ളാഹുവെ, നീ വാഗ്ദാനം ചെയ്ത ഈ സ്വർഗവും അതിൽ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ ആ സ്വർഗത്തിന്റെ അവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കൊരാഗ്രഹം അല്ലേ റബ്ബേ. പർശോനെ, നീ അത് സ്വീകരിക്കണേ റബ്ബേ. ആമീൻ. എന്താ പറയുന്നത്, ജന്നാത്തു അദ്ൻ അല്ലേ, അനുഗ്രഹീതമായ നിത്യവാസത്തിന്റെ, സ്വർഗം അല്ലേ, നിത്യവാസത്തിന്റെ സ്വർഗം. യദ്ഖുലൂനഹ, അവരതിൽ പ്രവേശിക്കും ആട്ടോ. യുഹല്ലൗന അല്ലെ, ധരിപ്പിച്ചിട്ട്. എന്താണ്, ഫിഹാമിൻ അസാവിറ മിൻ ദഹബിൻ വലുഅ, മുത്തും പവയങ്ങളൊക്കെ പതിപ്പിച്ച വളയും മറ്റാഭരണങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടാണ് എന്താക്കുക, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാന്ന് പറയുന്നത്. അണിയിച്ചൊരുക്കിയിട്ട് അല്ലെ, മണിയറയിലേക്ക് പുതുമണവാട്ടിനെ കയറ്റുമ്പോ എത്രയും ഭംഗിയിലാക്കാൻ കഴിയോ അത്രയും ഭംഗിയിലാക്കിയിട്ട് കയറ്റൂലേ, അതിനേക്കാളും എത്രയോ ഭംഗിയിലാണ് അല്ലാഹു തആല സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാന്നാ പറയുന്നത് വിശ്വാസികളെ അല്ലെ. വലിബാസുഹും ഫീഹാ ഹരീർ, അവിടെ അവരുടെ വസ്ത്രം എന്ന് പറയുന്നത് എന്തായിരിക്കും, പട്ട് അല്ലെ, പട്ടായിരിക്കും അവരുടെ വസ്ത്രം, അതിലവരുടെ ഉടുപ്പ്. അപ്പം നല്ല പട്ടിന്റെ നല്ല ഡ്രസ്സും നല്ല മുത്തും പവയൊക്കെ പതിപ്പിച്ച സ്വർണത്തിന്റെ വളകൾ അല്ലെ, ഡയമണ്ടിന്റെയും ഒക്കെ ആയിട്ട് നല്ല അണിയിച്ചൊരുക്കിയിട്ടാണ് അല്ലാഹു തആല എവിടെ പ്രവേശിപ്പിക്കുക, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക അല്ലെ. നിത്യവാസത്തിന്റെ, സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങളാണ് അല്ലാഹു തആല ഈ വിശ്വാസികൾക്ക് അവിടെ അല്ലാഹു തആല തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്നാ പറയുന്നത്. എന്നിട്ട് വഖാലു, അവർ പറയുകയും ചെയ്യും, അൽഹംദുലില്ലാഹ് അല്ലെ, സ്വർഗത്തിലെത്തിയാൽ അവർ പറയുന്ന വാക്കാണെന്ത്, അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ, അല്ലാഹുവേ, ദുഃഖത്തെ നീക്കി തന്നവനായ അല്ലാഹുവിന് സർവസ്തുതിയും. ഇന്ന റബ്ബനാ ലഗഫൂറുൻ ഷക്കൂർ,
നിശ്ചയമായും ഞങ്ങളുടെ റബ്ബ് ഏറെ പൊറുക്കുന്നവനും വളരെ നന്ദിയുള്ളവനും തന്നെയാണ്. നമുക്ക് പൂർണ്ണമായ ആശ്വാസം അല്ലെങ്കിൽ സന്തോഷം, സുഖം എന്ന് പറയുന്നത് അത് സ്വർഗത്തിൽ മാത്രമേ കിട്ടൂ. അല്ലെ, റാഹത്തായി എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ആ റാഹത്ത്, പൂർണ്ണമായ റാഹത്ത് നമുക്ക് കിട്ടാൻ എവിടെയാണ്? അത് സ്വർഗത്തിൽ മാത്രാന്നാ പറയുന്നത്. അപ്പൊ ആ ഒരു സ്വർഗത്തിലേക്ക് നമുക്ക് എത്തണം, അല്ലെ? അതിനു വേണ്ടിയാകണം നമ്മൾ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ, അതിനു വേണ്ടിയാകണം നമ്മൾ ഓരോരുത്തരുടെയും പരിശ്രമങ്ങൾ. അതിന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അല്ലെ? എങ്ങനെ നമുക്ക് എത്താൻ കഴിയും? അതിനുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയാണ് അള്ളാഹു തആല നമുക്ക് മുമ്പിൽ തുറന്നു വെച്ച ഈ ഖുർആൻ എന്ന് പറയുന്നത്. ഈ പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ കലാമായ ഈ ഖുർആനിനെ നമ്മൾ ഓരോരുത്തരും ഹൃദയത്തോട് ചേർത്ത് വെക്കുക, അല്ലെ? ഒരു ഖുർആനിനെ ഒരാൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നീട് അവൻ വഴിപേച്ചു പോകൂലാന്ന് പറയുന്നുണ്ട് അള്ളാഹു തആല. കാരണം അതിന്റെ ഒരറ്റം അള്ളാഹുവിന്റെ കയ്യിലാണ്, അല്ലെ? മറ്റേ അറ്റം നമ്മുടെ കയ്യിലും. സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാല് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടേ. അത് ഈ ഒരു ഇതിന്റെ ഭാഗമല്ല, അതായത് ഈ വിശദീകരണ ഭാഗമല്ല, എന്നാലും ഞാൻ പറയാ. ഞാനിങ്ങനെ മിഞ്ഞാത്ത ക്ലാസ്സിൽ കേട്ട ഒരു കാര്യം, സത്യത്തിൽ അത് കേട്ടപ്പോ എന്താ പറയാ, എന്തോ ഒരു സന്തോഷം. അവിടെ എത്തിയിട്ട് പിന്നെ ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് ഖുർആൻ പാരായണം ചെയ്യാൻ പറയും പോലും. ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ സൗണ്ട് ഭയങ്കര ശബ്ദമാധുര്യാവുമല്ലോ അദ്ദേഹത്തിനോട് തൗറാത്തല്ല, സബൂർ പാരായണം ചെയ്യാൻ പറയും പോലും. എന്നുവെച്ചാൽ അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നും പോലും, കാരണം അത്രയും സ്വരമാധുര്യായിരിക്കും പോലും. പക്ഷെ അത് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ പാരായണം ചെയ്യാൻ പറയും പോലും. അത് ആ ഒരു അവസ്ഥയെല്ലാം വിശദീകരിക്കുന്ന സുബ്ഹാനല്ലാഹ്, അത് ഭയങ്കര രസമായിരിക്കും പോലും പറയുന്നു. അപ്പൊ നമ്മളെ റസൂലുള്ളാഹിന്റെ വായിൽ നിന്ന് നമുക്ക് ഖുർആൻ കേൾക്കണ്ടേ, അല്ലെ? അത് കേൾക്കാൻ, അത് കാണാനൊക്കെ സൗഭാഗ്യം കിട്ടണമെങ്കിൽ എവിടെ എത്തണം? നമ്മൾ സ്വർഗത്തിലെത്തണം, എങ്കിലേ നമുക്ക് അത് കാണാനും കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാകൂ. അല്ലേ? നമ്മൾ ഒരിക്കലും നിരാശരാകുന്ന ഒരു അവസ്ഥ പരലോകത്ത് നമുക്ക് ഒരിക്കലും വന്നു പോകരുത്. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ, ആമീൻ. അപ്പോ അള്ളാന്റെ റസൂല് ഖുർആൻ ഓതുന്നത് ഇങ്ങനെ കേൾക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അള്ളാഹ് പറയും പോലും, ഇനി ഞാൻ ഓതാന്ന്. സുബ്ഹാനല്ലാഹ്, അതൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, അതൊന്ന് സങ്കല്പിച്ച് നോക്കിയാട്ടെ, അല്ലെ? എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അതന്നെ, അത് പറഞ്ഞിട്ടില്ലേ അതെ, സത്യത്തില് കേട്ടിട്ട് ഇങ്ങനെ കണ്ണ് നിറഞ്ഞു പോയി. പടച്ചോനെ, ആ ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള സൗഭാഗ്യം നീ തരണേ അല്ലാ. നമുക്കെല്ലാം അതെല്ലാം കാണാനും കേൾക്കാനും ഒക്കെ ഉള്ള ആ ഒരു ഭാഗ്യം റഹ്മാനായ റബ്ബേ, നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അപ്പം എന്താ പറയാ, സ്വർഗത്തിലെത്തിയിട്ട് അള്ളാനെ കാണാൻ കഴിയാന്ന് പറയുന്നത് തന്നെ വലിയൊരു സൗഭാഗ്യം, അല്ലെ? അതാണ് ഏറ്റവും അല്ല, നമുക്ക് ഇനി എന്തെങ്കിലും വേണോ അള്ള ചോദിക്കില്ലേ? അപ്പൊ ഇതന്നെ ധാരാളം. അപ്പൊ ഇനിയൊന്നുണ്ട്, അല്ലെ? ഇനിയൊന്നുണ്ട്. ആ മറനീക്കി പുറത്തേക്ക് വരുന്ന ആ ഒരു ഇത് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുകയും കൊതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമാണത്. അള്ളാഹു തആല നമ്മളെ ഓരോരുത്തരെയും പടച്ചവനെ കാണാനുള്ള, കണ്ടുമുട്ടാനുള്ള ആ ഒരു സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ. അപ്പം വഖാലുൽ ഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നൽ ഹസൻ. അല്ലെ, അവിടെ ഒരു ദുഃഖമില്ല, ഒരു പ്രയാസമില്ല, അല്ലെ? ഒരു വിഷമമില്ല, അവിടെ ഒന്നുമില്ല. അവിടെ ഒരു വഴക്കില്ല, വക്കാണില്ല, കുത്തിപ്പറയലില്ല, വേദനിപ്പിക്കലില്ല, ഒന്നുമില്ല. എന്തിനു പറയണം, അല്ലെ? നമ്പർ 2 വരെ പോണ്ടാന്നാ പറഞ്ഞെ. കഴിക്കുന്നതൊക്കെ ഒരു കാറ്റായിട്ട്, കസ്തൂരി മണക്കുന്ന കാറ്റായിട്ട് അങ്ങനെ പോകുന്നാ പറഞ്ഞെ. അപ്പൊ പിന്നെ അതുപോലും അവിടെ ഇല്ല. അത്രയും സുഖ സന്തോഷത്തിന്റെ, അല്ലെ, ആ ഒരു സ്വർഗത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കുക. ഇന്ന റബ്ബന ലഗഫൂറുൻ ഷക്കൂർ. നിശ്ചയമായും നമ്മളെ റബ്ബ് എന്താണ്? ഏറെ പൊറുക്കുന്നവനും നന്ദിയുള്ളവനുമാണ്. അപ്പൊ നമ്മൾ എന്താകണം? അല്ലാ എന്നുള്ള ആ ഒരു ഓർമ്മയിൽ, അല്ലെ? എന്തെങ്കിലും വീഴ്ചകൾ, പാളിച്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങി പൂർണ്ണമായും തൗബ ചെയ്ത് ഇനി ഒരിക്കലും അത്തരം തെറ്റുകളിലേക്ക് പോകൂല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി, നല്ല കെട്ടുറപ്പോടു കൂടി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക, അല്ലെ? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക. അതങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുക. അതുപോലെ സബാത്ത് കിട്ടാൻ വേണ്ടി, അല്ലെ?
എന്താണ് മുസ്വരിഫൽ ഖുലു സരിഫ് ഖുലൂബന അലാ തആതിക, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു തൗഫീഖിന് അള്ളാഹുവിനോട് തന്നെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. അല്ലെ, അള്ളാഹിന്റെ കാരുണ്യം കൊണ്ട് തന്നെ നമുക്ക് അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയും. അല്ലെ, ഒരിക്കലും ഞങ്ങളെ നീ വഴി തെറ്റിക്കല്ലേ റബ്ബേ, നേരായ പാതയിൽ നിന്ന് ഒരിക്കലും നീ തെറ്റിപ്പോകുന്ന ഒരു ഇതിലും പെട്ടുപോകാതിരിക്കാൻ റഹ്മാനായ റബ്ബേ ഞങ്ങളെല്ലാവരും നീ കാത്ത് സംരക്ഷിക്കണം റഹ്മാനെ. പിന്നെ അതുപോലെ ഒരു കാര്യം പറഞ്ഞത് എന്താന്ന് വെച്ചാല്, പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഇന്നത്തെ യുവാക്കളൊക്കെ ഈ നിരീശ്വരവാദം എന്നുള്ള അതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്നുണ്ട്. അപ്പം അത് നമ്മളെ മക്കളെ നമ്മൾ വളരെയധികം കെയർ ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിൽ. കാരണം ഇന്നത്തെ പഴയ വാട്സപ്പ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ വേറെ പല എന്തൊക്കെയോ ഇല്ലേ, ഇൻസ്റ്റ മറ്റേ മറിച്ച് നല്ല മറിച്ച്, അതിലെല്ലാം തന്നെ കുട്ടികൾ പോയി പെടുമ്പോൾ ഇങ്ങനെയുള്ള ഇതിന്റെ കണ്ണികൾ ഏതിലെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കൊണ്ടുപോകാൻ സാധ്യത കൂടുതലാണ്. ഇന്ന് പിന്നെ ഈ ഒരു നിരീശ്വരവാദം ഭയങ്കരമായിട്ട് വ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ മക്കളെ ആ ഒരു കാര്യത്തിൽ വളരെ കെയർ ചെയ്യുക. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാനേ പോണ്ടാന്ന് പറഞ്ഞാൽ മതി. കാരണം ഇത്തിരി അറിവും വെച്ചിട്ട് അവരോട് സംസാരിക്കാൻ പോയാലില്ലേ, നമ്മളെ ഉള്ള അറിവും കൂടി പോയിട്ട് നമുക്കും കൂടി തോന്നിപ്പോവും, പഠിച്ചോനെ ഇവർ പറയുന്നത് ശരിയാണല്ലോ, ഇവർ പറയുന്നത് അങ്ങനെയാണല്ലോ എന്നുള്ള ചിന്തയൊക്കെ നമുക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം നിരീശ്വരവാദങ്ങളിലേക്ക് പോകുന്നതിന് നമ്മളെ മക്കളെ നമ്മൾ നല്ലോണം കെയർ ചെയ്യുക, പ്രാർത്ഥിക്കുക, നല്ലോണം പ്രാർത്ഥിക്കുക, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. അള്ളാഹു തആല നമ്മളെ ദീനിൽ അള്ളാഹു നമ്മളെയും നമ്മളെ മക്കളെയും നമ്മളെ മക്കളെയും എല്ലാവരെയും അള്ളാഹു ഉറപ്പിച്ചു നിർത്തട്ടെ. ആമീൻ. റബ്ബി ജഅൽനി, നമ്മൾ പ്രാർത്ഥിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക. ഒരായത്തും കൂടി പറയാല്ലേ, എന്നിട്ട് നിർത്താം ഇൻഷാ അല്ലാഹ്. ഖുർആൻ പഠിക്കാൻ തന്നെ രക്ഷ. ഖുർആൻ പഠിച്ചാലും നമ്മളെ മക്കളെ പിന്നെ അല്ലെ, ഖുർആൻ പറഞ്ഞില്ലേ, ഖുർആൻ പഠിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്കാണ് ശൈത്താന്റെ ഇടങ്ങാറ് കൂടുതലുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാല് നല്ലോണം നമ്മള് ഒരു പ്രാർത്ഥനയും അതിലൂടെ തന്നെ നല്ല നല്ല ഉപദേശങ്ങളിലൂടെയും നമ്മളെ മക്കളെപ്പോഴും കൊണ്ടു നടക്കണം. ആ ഒരു മാർഗത്തിൽ തന്നെ അള്ളാഹുവെ നീ ഉറപ്പിച്ചു നിർത്തണം. ഇപ്പൊ നേരത്തെ നമ്മള് ഗ്രൂപ്പിലൊരു ഇത് കണ്ടിട്ടില്ലേ, ദുആ ചെയ്തത്, സുജൂദിൽ ദുആ ചെയ്ത ഒരു കാര്യം. ശരിക്കും ഞാൻ ഇന്നലെ ക്ലാസ്സിൽ ഞാൻ പറയുകയും ചെയ്തു, ഇന്നത് കാണുകയും ചെയ്തപ്പോൾ സത്യം ഭയങ്കര ഒരു കണ്ടപ്പോൾ ഒരു ഭയങ്കര ഫീൽ ആയിപ്പോയി. സുബ്ഹാനല്ലാഹ്. ശരിക്കും ആ മനുഷ്യൻ അന്നേരം ആടുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിൽ ഇത് ഈ രൂപത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആടുന്ന് ഒരു വക്ത് നിസ്കരിക്കാൻ കഴിയാന്നെല്ലാം പറയുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ, അവിടെ എത്തിപ്പെടണമെങ്കിൽ തന്നെ ഒരു ഇതാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഓരോരുത്തരും നമ്മൾ സുജൂദിൽ നമ്മൾ പ്രാർത്ഥിക്കാം, നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് നല്ലോണം പ്രാർത്ഥിക്കാം. റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി വമിൻ ദുരിയത്തി, ഇബ്രാഹിം നബിന്റെ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ പ്രാർത്ഥനയില്ലേ, അതെല്ലാം നമുക്ക് എന്താക്കാം, സുജൂദിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അറിയുന്ന പ്രാർത്ഥനകളെല്ലാം സുജൂദിൽ പ്രാർത്ഥിക്കാം. അപ്പൊ നല്ലോണം മനസ്സറിഞ്ഞ് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുക. പ്രാർത്ഥന വിശ്വാസിക്ക് ഏറ്റവും അതെ 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 അതെ, അത് നല്ല പ്രാർത്ഥനയാണ്, നല്ല പ്രാർത്ഥനയാണ് അത്. അതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക, നല്ലോണം പ്രാർത്ഥിക്കുക. മക്കൾക്ക് വേണ്ടിയിട്ട് സുജൂദിൽ കടന്നിട്ട് തന്നെ നല്ലോണം പ്രാർത്ഥിക്കുക, സുജൂദ് അധികരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതെ അതെ, എല്ലാ പ്രാർത്ഥനയും എഫക്റ്റീവ് തന്നെയാണ്. നമ്മൾ മനസ്സിൽ തട്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം എന്നേ ഉള്ളൂ. ആദ്യം എന്റെ മോളോട് നിസ്കരിക്കുവാന്ന് പറയണം ആദ്യല്ലേ. ഇപ്പൊ അങ്ങനത്തെ ചോടെന്ന് വെച്ച് കഴിഞ്ഞാല് തഹജ്ജുദ് വരെ അങ്ങനെ ഇതായിട്ട് പറയുന്നല്ലേ, ഞാൻ എന്റെ ഒരു പ്രാർത്ഥന നമുക്ക് പഠിച്ചെന്നത് പറയാം. അതെ, തഹജ്ജുദ് വരെ അലാറം വിളിച്ച് എണീച്ച് വിളിക്ക് വരാൻ വേണ്ട. അതെ, അൽഹംദുലില്ലാഹ് അങ്ങനെ നല്ലൊരു മാറ്റം പ്രാർത്ഥന തന്നെ, വേറൊന്നുമല്ല. അതെ, അപ്പോ ആ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ട് ബാക്കി പറയുന്നത് എന്താന്ന് വെച്ചാല്, അല്ലദീ അഹല്ലനാ ദാറൽ മുഖാമത്തി മിൻ ഫദ്ലിഹി ലാ യമസ്സുനാ ഫീഹാ നസബും വലാ യമസ്സുനാ ഫീഹാ ലുഗൂബ്. ആ അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് അല്ലാഹു തആല അല്ലദീ അഹല്ലന, നമ്മെ ഇറക്കി തന്ന്, എത്തിച്ചു തന്ന്, ദാറൽ മുഖാമത്തി മിൻ ഫദ്ലിഹി, സ്ഥിരതാമസത്തിന്റെ ഭവനത്തിൽ, ദാറൽ മുഖാം, അവന്റെ അനുഗ്രഹത്താൽ അല്ലെ. അപ്പൊ അത് സ്വർഗത്തിലെത്തിയ ആൾക്കാർ പറയുന്നതാ, വഖാലുൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ അല്ലദീ അഹല്ലനാ ദാറൽ മുഖാമത്തി മിൻ ഫദ്ലിഹി ലാ യമസ്സുനാ ഫീഹാ നസബുൻ വലാ യമസ്സുനാ ഫീഹാ ലുഗൂബ്. അല്ലെ, ഇവിടെ ഞങ്ങൾക്ക് എന്തില്ല, യാതൊരു ഞെരുക്കവും ഞങ്ങളെ സ്പർശിക്കുന്നില്ല,
യാതൊരു ക്ഷീണമോ അല്ലെ യാതൊരു അസഹ്യതയോ ഒന്നും ഇവിടെ ഞങ്ങളെ സ്പർശിക്കുന്നേ ഇല്ല എന്നാണ് പിന്നെ ഇത്. അപ്പം ഒരിക്കലും നമ്മൾ തുടങ്ങിയത് എവിടുന്നാണ്? ലൻ തബൂർ അല്ലെ, തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം വരാത്ത ഒരു കച്ചവടത്തെ കുറിച്ച് പറഞ്ഞ് അല്ലെ, അത് പറഞ്ഞ് പിന്നെ അള്ളാഹു തആല അള്ളാഹുവിന്റെ അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, ശുക്റുള്ളവനാന്ന് പറഞ്ഞ് അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അള്ളാഹു തആല പിന്നെ നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ് എന്ത്? സ്വർഗത്തിന്റെ കാര്യം അല്ലെ. അപ്പം പിന്നെ 3 വിഭാഗം ആൾക്കാരെ കുറിച്ച് പറഞ്ഞ് അല്ലെ, എന്നിട്ട് പിന്നെ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം. അപ്പം ഇവിടെ ഈ 3 വിഭാഗം ആൾക്കാരിൽ ഏറ്റവും പിന്നെ ടോപ്പ് ആയിട്ടുള്ളത് എന്താണ്? ഈ 3 വിഭാഗം ആൾക്കാരും അല്ലദീ സുമ്മ ഔറസ്നൽ കിതാബ അല്ലദീന അസ്തഫൈന മിൻ ഇബാദിന എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അവിടെ ആ ഒരു പോയിന്റ് ഇല്ലേ, അതായത് പിന്നെ 3 വ്യത്യസ്തമായ നിലപാടുകളാണെങ്കിലും അവിടെ അള്ളാഹു തെരഞ്ഞെടുക്കപ്പെട്ട അടിമകളുടെ കൂട്ടത്തിലാണ് ഈ 3 വിഭാഗത്തിനെയും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ അതിന്റെ ഒരു വിശദീകരണത്തിൽ പറയുന്ന കാര്യം എന്താണെന്നറിയോ? അതായത് പിന്നെ ഇവർക്ക് 3 ആൾക്കും ഒരേ പ്രതിഫലമല്ല. ഒരേ പ്രതിഫലമല്ല. അതായത് ലാലിമുലി നഫ്സിഹിക്ക് എന്താ സംഭവിക്കാന്ന് വെച്ചാല് അവർ ചെയ്ത തിന്മകൾക്കനുസരിച്ച് ഒരുപക്ഷെ അവരില് നന്മകൾ ഉണ്ടാവും, അവർ വിശ്വാസികളായിരിക്കാം, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ അവരുടെ തിന്മക്ക്, അതായത് നരകത്തിലെ ശിക്ഷകൾ അനുഭവിച്ചതിന് ശേഷമായിരിക്കും എന്താകുക, അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കാം. അതേ സമയത്ത് സാബിഖും ബിൽ ഖൈറാത്ത് എന്നുള്ള ആ ഒരു വിഭാഗം എവിടെയായിരിക്കും? ഒരു നരകത്തിന്റെ യാതൊരു ഒരു ഇതും തട്ടാതെ അല്ലെ, നേരെ എന്താണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരായിരിക്കും അത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളെപ്പോഴും പിന്നെ മനസ്സിലാക്കുക, അതായത് പിന്നെ തെറ്റ് ചെയ്താലും സ്വർഗം കിട്ടും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്താക്കണ്ട, തിന്മകളിൽ വ്യാപൃതരാകണ്ട. എന്തായാലും അതിന്റെ ഇത് കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാലോ എന്നെല്ലാം ചിന്തിക്കുന്ന പറയുന്ന ആൾക്കാർ വരെ ഉണ്ട്. കുറച്ചു കാലം നരകത്തിൽ പോയിട്ട് പിന്നെ സ്വർഗത്തിൽ പോകാലോ എന്നെല്ലാം വളരെ നിസ്സാരമായിട്ടെല്ലാം പറയുന്ന ആൾക്കാരുണ്ട്, കേട്ടിട്ട് തന്നെ ഉണ്ട് പറയുന്നത്. അപ്പൊ അങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ ചിന്തിച്ചു പോകരുത്. പിന്നെ കാരണം ഒരു പക്ഷേ നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ നന്നാകാം എന്ന് വിചാരിച്ചിട്ട് ഒരു തെറ്റ് ചെയ്ത് വിചാരിച്ചോ, പക്ഷെ ഒരുപക്ഷെ നന്നാകാൻ അവസരം കിട്ടിയിട്ടില്ലെങ്കിലോ അല്ലെ, തൗബ ചെയ്ത് മടങ്ങാൻ ഒരു അവസരം കിട്ടിയിട്ടില്ലെങ്കിലോ, നന്മകൾ ചെയ്യാൻ ഒരു അവസരം കിട്ടിയിട്ടില്ലെങ്കിലോ, ആ തെറ്റ് ചെയ്തതിനെ കൊണ്ട് തന്നെ മരിക്കുകയാണെങ്കിലോ എന്താ സംഭവിക്കുക? അവൻ കാലാകാലം നരകാവകാശിയായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ വിശ്വാസികൾ ഏറ്റവും മുൻപന്തിയിൽ, അതായത് സാബിഖൂനിൽ തന്നെ ഉൾപ്പെടാനാണ് പരിശ്രമിക്കേണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ മനുഷ്യ സഹജമായ എന്തെങ്കിലും വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കാതെ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ അള്ളാഹുവിന്റെ അടുക്കേക്ക് ഖേദിച്ച് മടങ്ങാം. അത് നമുക്ക് തരുന്ന അവസരം അല്ലെ. അത് നമുക്ക് നമ്മൾ നന്നാകാനും നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കാനും ഒന്നുകൂടി അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാനൊക്കെ തരുന്ന ഒരു അവസരമായിരിക്കും. അങ്ങനെ കരുതിയിട്ട് കൂടുതൽ നന്നാകാൻ വേണ്ടി പരിശ്രമിക്കുക. റഹ്മാന റബ്ബ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അപ്പൊ ഒരിക്കലും നഷ്ടം വരാത്ത ഈ കച്ചവടത്തെ നമ്മൾ ഓരോരുത്തരും മുറുകെ പിടിക്കുക. അള്ളാഹു തആല മരണം വരെ ഖുർആനിന്റെ പഠിതാക്കളായിക്കൊണ്ട് തന്നെ ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. കാരണം ഖുർആൻ എത്ര പഠിച്ചാലും അത് തീരൂല അല്ലെ. ഒരുപാടുണ്ട് നമുക്ക് പഠിക്കാൻ. അപ്പൊ അതിന്റെ ആശയവും അർത്ഥവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഖുർആനിനെ പഠിച്ച് അതിന്റെ യഥാർത്ഥ അഹ്ലുകാരായിക്കൊണ്ട് തന്നെ ജീവിച്ച് മരിക്കാൻ റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നാളെ പരലോകത്ത് അല്ലാഹു തആല പ്രത്യേകക്കാരിൽ ഒരു വിഭാഗം ആൾക്കാർ ഉൾപ്പെടുത്തുന്നു പറയുന്നുണ്ട് അല്ലെ. അതാരാണ്? അഹ്ലുൽ ഖുർആൻ അല്ലെ. അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വഖാസ. ഇപ്പൊ നമ്മള് മുഖ്യമന്ത്രിന്റെ കുടുംബക്കാരാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിന്റെ കുടുംബക്കാരാണ്, അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ രാജാവിന്റെ കുടുംബക്കാരാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു പവറാണ് അല്ലെ. നമ്മളൊരു കിബിറോട് കൂടിയിട്ട് നമ്മൾ പറയില്ലേ, അവരെ നമ്മളെ എളാമാന്റെ മൂത്തമാന്റെ മൂത്താപ്പാന്റെ മറ്റേ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് നമ്മൾ പറയും അവരെ കുടുംബാന്ന് പറയിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ നാട്ടിലുള്ള വലിയ പ്രശസ്തിയുള്ള ആരെയും, മറ്റേ ലുലു ഗ്രൂപ്പിന്റെ അയാളെ പേരെന്താന്ന്,
ആ യൂസുഫ് അലിന്റെ കുടുംബാന്ന് എന്നിട്ട് ഏതെങ്കിലും മൂലക്കുള്ള കുടുംബമായിട്ട് പറയണമെങ്കിൽ എച്ച് പേലിച്ചിട്ട് കൂട്ടി യോജിപ്പിച്ച് ചിലപ്പോൾ നമ്മൾ പറയും. കാരണം എന്താ വെച്ചാൽ അയാളെ വലിയ ആൾക്കാർ ദുനിയാവില് അങ്ങനെ പൗറും പത്രാസൊക്കെ ഉള്ള ആൾക്കാരല്ലേ. പക്ഷെ നമുക്ക് നമുക്ക് അതിനേക്കാളെല്ലാം അപ്പുറത്ത് ല്ലെ ഈ ലോകത്തിന്റെ തന്നെ ഉടമസ്ഥനായ രാജാതിരാജനായ അള്ളാന്റെ കുടുംബത്തിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയുന്ന ഒരു സൗഭാഗ്യമാണ് എന്ത്, ഈ ഖുർആൻ പഠിക്കുന്നതിലൂടെ പഠിപ്പിക്കുന്നതിലൂടെ അത് പ്രചരിപ്പിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രചാരകരും കൂടി ആകാം, ദഅവത്തും കൂടി നമ്മൾ ഏറ്റെടുക്കുക. നമ്മളെ കൊണ്ട് ഒരാളെങ്കിൽ ഒരാള് ദീനിന്റെ മാർഗത്തിലേക്ക് എത്തിയാൽ അത് നമ്മളെ സ്വർഗത്തിലേക്കുള്ള ഒരു കാരണമായി തീരും ഇൻഷാ അള്ളാഹ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഖുർആനിന്റെ ആൾക്കാരാകാം, അള്ളാന്റെ കുടുംബത്തിൽ ഉൾപ്പെടാൻ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മരണം വരെ ഈ ഒരു ഹിദായത്തിലായിക്കൊണ്ട് തന്നെ ജീവിക്കാൻ റഹ്മാനായ റബ്ബേ ഞങ്ങളെല്ലാവരും നീ സഹായിക്കണേ അള്ളാഹ്. നിന്റെ കാരുണ്യവും നിന്റെ ഔദാര്യവും സദാ ഞങ്ങളിൽ നീ വർഷിക്കണേ റഹ്മാനെ. പൈശാചികമായ എല്ലാ ചിന്തകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെല്ലാവരും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. തെറ്റായ ഒരു കാര്യം പോലും ചെയ്യാൻ തോന്നാത്ത വിധത്തിൽ ഞങ്ങളുടെ മനസ്സുകളൊക്കെ നീ ശുദ്ധമാക്കി തരണേ അള്ളാഹുവേ. എല്ലാ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ പരിശുദ്ധമാക്കി തരണേ റബ്ബേ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ റബ്ബേ നിന്റെ മഹത്തായ ഫضൽ കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ഈ സദസ്സിന്റെ മഹത്വം കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളെ തിന്മകൾ നീ നന്മകളാക്കി മാറ്റിത്തരണേ അള്ളാഹുവേ. ഞങ്ങൾ ചെയ്തു പോയ തിന്മകൾക്ക് പകരമായി ഒരുപാട് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള ആരോഗ്യവും ആഫിയത്തും നാഥാ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് ഖുർആനിനെ പഠിക്കാനും പാരായണം ചെയ്യാനും അത് പകർത്താനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അതിന്റെ പ്രചാരകരാകാനും റഹ്മാനായ നാഥാ നീ ഞങ്ങളെ സഹായിക്കണേ അള്ളാഹുവേ. ഞങ്ങൾ ചെയ്യുന്ന നിസ്കാരം അത് അതിന്റെ കൃത്യസമയത്ത് അവ്വല് വക്തിൽ തന്നെ എപ്പോഴും നിർവഹിക്കാനുള്ള ആ ഒരു സൗഭാഗ്യം നാഥാ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് എത്രയാന്ന് വെച്ചാൽ എത്ര ചെലവഴിക്കാനുള്ള മനസ്സിന്റെ വിശാലത ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ കർമ്മങ്ങളെല്ലാം ചെയ്ത് ഏറ്റവും ലാഭകരമായ കച്ചവടം ത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഏറ്റവും ലാഭകരമായ സ്വർഗം നേടിയെടുക്കാൻ റഹ്മാനായ നാഥാ ഞങ്ങളെല്ലാവരും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീഖ് നാഥാ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന അവസരത്തിൽ പോലും റബ്ബേ ഖുർആനിന്റെ ഒരു പഠിതാവായിക്കൊണ്ട് ഖുർആൻ പഠിക്കുന്നവരായിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നിന്റെ ഇബാദത്തിലായിക്കൊണ്ട് തന്നെ മരിക്കാനുള്ള സൗഭാഗ്യം നാഥാ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന അവസരം അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കുവാനുള്ള സൗഭാഗ്യം നാഥാ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മരണസമയത്ത് ചില ആളുകളെ കാണാൻ കഴിയുമെന്ന് പറയുന്നുണ്ട് റബ്ബേ. അത് സ്വർഗത്തിന്റെ മലക്കുകളെ കാണാനുള്ള സൗഭാഗ്യം നാഥാ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നാളെ മഹ്ശറ ലോകത്ത് ഒരു വിചാരണയുമില്ലാതെ ഒരു അദാബുമില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നാഥാ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നാളെ പരലോകത്ത് സ്വർഗത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോടൊപ്പം നിന്റെ തിരുമുഖം ദർശിക്കുവാനുള്ള സൗഭാഗ്യം നാഥാ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും മറ്റു പ്രയാസങ്ങൾ കൊണ്ടും ഇതുപോലെ ക്ലാസ്സുകൾക്ക് പങ്കെടുക്കാൻ കഴിയാതെ ക്ലാസ്സൊന്നും കേൾക്കാൻ കഴിയാതെ ഹോസ്പിറ്റലുകളിലും മറ്റു വീടുകളിലും ഒക്കെ ആയി കഴിയുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് റഹ്മാനായ നാഥാ. അവർക്കൊക്കെയും അവരുടെ രോഗങ്ങൾക്ക് നീ പൂർണ്ണ ശിഫ നൽകി ആശ്വാസം നൽകി സമാധാനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും അവരുടെ കുടുംബങ്ങളെയും അല്ലാഹ് അവർക്കൊക്കെ നീ മനസ്സിന് സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. കുടുംബത്തിൽ എപ്പോഴും നീ സമാധാനവും ഐക്യവും സൗഖ്യവും പ്രദാനം ചെയ്യണേ റഹ്മാനെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് നാഥാ നീ സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. തന്ന മക്കളെയൊക്കെ നാഥാ ഞങ്ങൾക്ക് ഈ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന സ്വാലിഹീങ്ങളായ മക്കളാക്കി നല്ല ഈമാനുള്ള മക്കളാക്കി നീ മാറ്റിത്തരണേ റഹ്മാനെ. നാളെ പരലോകത്ത് ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന നല്ല സ്വാലിഹീങ്ങളായ സന്താനങ്ങളാക്കി ഞങ്ങളുടെ മക്കളെല്ലാം നീ മാറ്റിത്തരണേ റബ്ബേ. പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളും നാഥാ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ തലമുറകളെ എല്ലാവരെയും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നാഥാ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അവർക്കായി നീ സ്വർഗീയ കവാടങ്ങൾ തുറന്നു നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ.
ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وعليكم السلام ورحمة الله